ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ശാന്തമായിട്ട് ഒന്ന് ചിന്തിക്കാം. അതിന് അടിസ്ഥാനമായിട്ട് വായിച്ചത് വളരെ പരിചിതമായ തിരുവെഴുത്താണ്. ഹോശിയ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ്. കർത്താവിൻ്റെ മഹത്വം. വളരെ ശാന്തമായി ചില തിരുവെഴുത്തുകൾ നമുക്കിന്ന് രാത്രി ചിന്തിക്കാം. ഒരിക്കൽ കൂടി ആ ഭാഗം ഒന്ന് വായിച്ച് സഹായിച്ചാട്ട്. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ട് എന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഒരിക്കൽ കൂടി നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. പാരിതിൽ പാതകി ആമന്നിക്കായി നീ പാരിതിൽ പാതകി ആമന്നി കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ
ദാസനോട് ഞാൻ ചോദിച്ചു, പ്രസംഗം എപ്പം നിർത്തണം? 9 മണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൃത്യം 9 ആകുമ്പോൾ പ്രസംഗം നിർത്തും. നേരത്തെ നിർത്തണോ? അല്ല, പ്രതിപക്ഷ ബഹുമാനവും വേണം അതിനായി ചോദിക്കുന്നു. അല്ലേ, നിങ്ങളെ ചെല്ലി ചിന്തിക്കും, അവർക്ക് രണ്ടിവിടെ അങ്ങ് 9 പോയാൽ മതി, ഞങ്ങൾക്ക് പോയിട്ട് വേറെ കാര്യം ഉണ്ട് എന്നൊരു ചിന്ത വരരുത്. ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇനി മുഖവരകളോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. തിരുവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദൈവദാസനോട് മുമ്പോട്ടിരിക്കുകയാണെങ്കിൽ പുറകെ ഇനി ആരെങ്കിലും വരിക എന്നേ അവർക്ക് ഇരിക്കാമല്ലോ. ഓക്കെ, തന്നെയല്ല മുന്നേ ഇങ്ങനെയുള്ളവർ ഇരിക്കുമ്പോൾ തന്നെ എനിക്കൊരു ബലമാണ്. അപ്പോൾ ഇന്ന് രാത്രിയിലെ തിരുവചന ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് ഹോശിയ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ്. വളരെ പരിചിതമായ വാക്യമാണ്. വിശേഷിച്ച് പെന്തിക്കോസുകാർ പലരും ഈ വാക്യം ഉരുവിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ ഇന്ന് രാത്രി അല്പസമയങ്ങൾ ദൈവവചനം നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. കർത്താവ് അനുവദിച്ചാൽ നാളെ പകലും നമുക്ക് തിരുവചനം ധ്യാനിക്കാം. കഴിഞ്ഞ വ്യാഴവും വെള്ളിയും ശനിയെല്ലാം കൺവെൻഷൻ ഉണ്ടായിരുന്നു കോട്ടയത്ത്. പിന്നെ സഭായോഗം, ഇന്നലെ യോഗം. അപ്പോൾ ഇനിയും നാളെ ഇവിടെ ഉണ്ട്. ഇനിയും വെള്ളിയും ശനിയൊക്കെ തുടർമാന യോഗമുണ്ട്. അപ്പം തൊണ്ടയ്ക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഈ ഉച്ചഭാഷിണിയുടെ സഹായത്തിൽ ആമേൻ അല്പസമയങ്ങൾ ഇന്ന് രാത്രി നമുക്ക് തിരുവചനം നിശ്ചയിക്കപ്പെട്ട സമയപരിധിയിൽ നിന്ന് വചനം ധ്യാനിക്കാം. വേദപുസ്തകത്തിലെ പ്രവചന പുസ്തകങ്ങളെ നിങ്ങൾക്കറിയാം, പലർക്കും അറിയാം, 2ആയിട്ടാണ് തരം തിരിച്ച് പഠിക്കുന്നത്. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. വലിയ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ കൂടെ അമേരിക്കയിൽ പോവുകയും 100 കിലോ തൂക്കമുള്ള ആളും ആമേൻ ഇച്ചിരി നെടുപ്പവും തടിയും തൻ്റെ ഉള്ള ആളെന്നല്ല അതിൻ്റെ അർത്ഥം. ചെറിയ പ്രവാചകന്മാർ കൊതുക് പോലെ ഇരിക്കുക, വലിയ പ്രവചനം എന്നില്ല മറുഭാഷ പറഞ്ഞ് ഓടി നടക്കുക. അങ്ങനല്ലേ വലിയതും ചെറുത്. അത് നമ്മൾ ഒപ്പിച്ചതാ. ഏതാ? 50 ലക്ഷം രൂപയുടെ വണ്ടിയെ വരുന്ന ആള് വലിയ പ്രവാചകനും സൈക്കിളിൽ വരുന്ന പുള്ളി ചെറിയ പ്രവാചകൻ. വിദേശ രാജ്യവുമായിട്ട് കൂടുതൽ അടുപ്പവും ബന്ധമുള്ള ആൾ വലിയ പ്രവാചകന്മാരും നാട്ടിൽ കൂടെ ലഘുലേഖ കൊടുത്ത് നടക്കുന്നയാൾ ചിലക്ക് അങ്ങനത്തെ ധാരണകളൊക്കെ ഉണ്ട്. ഈ പെന്തിക്കോസുകാരുടെ ഇടയിലുമുണ്ട്. എനിക്കറിയാം, ലഘുലേഖയൊക്കെ കൊടുത്ത് സഞ്ചിയൊക്കെ തൂക്കി ഒരു ചപ്പലുമൊക്കെ ഇട്ട് റോഡിൽ കൂടെ പോയി ട്രാക്റ്റുമൊക്കെ കൊടുത്ത് സുവിശേഷം പറയുന്നവരെ ചിലർക്ക് വലിയ തൃപ്തിയില്ല. ചിലർക്ക് വലിയ തൃപ്തിയില്ല. എന്നാൽ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത്, ടൈയും കോട്ടും എല്ലാം കിട്ടി വിലയേറിയ വണ്ടിയിലെ കൂടെ വിദേശ രാജ്യങ്ങളിൽ പറക്കുകയും വരികയും ഒക്കെ ചെയ്യുന്ന ആള് കുറച്ചുകൂടെ കനമുള്ളതാണ്. അത് ഇതിനകത്തൊരു രീതികളാണ്. ഞാൻ പണ്ടെങ്ങോ പ്രസംഗിച്ചപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞതാണ്. അത് വലിയ വിവാദമൊക്കെ ആയി ചിലർ. എനിക്കിതൊന്നും വിഷയമല്ല, ഒരു വിവാദം എനിക്ക് വിഷയമല്ല. അപ്പോൾ ഞങ്ങളൊരു യാത്ര പോയപ്പോൾ ആ വണ്ടിയിൽ ഒരു പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, വേറെ 2 സഹോദരന്മാർ, ഞാനും ഒക്കെ ഉണ്ട്. അപ്പോൾ സ്ഥലമൊന്നും പറയുന്നില്ല. വണ്ടിയെ പോയപ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു ദൈവദാസൻ, ഒരു മാന്യകർത്തൃദാസൻ റോഡിൽ കൂടി ഇങ്ങനെ പോകുന്നു. ഇത് മുമ്പേ പറഞ്ഞ പോലെ സഞ്ചിയൊക്കെ തൂക്കി ലഘുലേഖ കൊടുക്കും. അപ്പോൾ കൂടെ ഇരുന്നൊരു സഹോദരൻ പറഞ്ഞു, അയ്യോ ഒരു ദൈവദാസനാണല്ലോ. അപ്പോൾ ഈ പാസ്റ്ററുടെ ഭാര്യ പറഞ്ഞു, ഓ അയാളിങ്ങനെ തെണ്ടി നടക്കുന്നതാണ്. എനിക്കത് വലിയ ഹൃദയവേദനയായിപ്പോയി. എനിക്ക് പിന്നെ ഹൃദയവേദന മാത്രമല്ല, ഞാൻ മറുപടിയും പറഞ്ഞേച്ചാ വണ്ടിയിൽ നിന്ന് പോകുന്നത്. ആ സ്ത്രീ പറയുകയാ, അയാളിങ്ങനെ തെണ്ടി നടക്കുന്നു. ഞാൻ പറഞ്ഞു, ശരിയാ, പുള്ളിയും തെണ്ടി നടക്കുക, നമ്മളും തെണ്ടി നടക്കാം. പുള്ളി റോഡേ കൂടെ തെണ്ടുന്നു, നമ്മൾ വണ്ടിയെ പോയി തെണ്ടുന്നു. പുള്ളി സഞ്ചിയും ജിബായും മുണ്ട് കൊടുത്ത് തെണ്ടുന്നു, നമ്മൾ ടൈയും കോട്ടും ഇട്ട് തെണ്ടുന്നു. അതെ, അയാളെ സൈക്കിളിൽ ഇതിലെല്ലാം നടന്ന് തെണ്ടുന്നു, നമ്മൾ പ്ലെയിനെ പോയി അമേരിക്ക ചെന്ന് തെണ്ടുന്നു. അയാളും തെണ്ടിയാ, നമ്മളും തെണ്ടിയ. അയാൾ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത തെണ്ടി, നമ്മൾ സ്റ്റാൻഡേർഡ് ഉള്ളതല്ലേ. അയാൾ ഒരു ദിവസം തെണ്ടിയാൽ 50 രൂപ കിട്ടും, നമ്മളൊരു ദിവസം ഇറങ്ങി തെണ്ടിയാൽ 50,000 രൂപ കിട്ടും.
ബാക്കിയും കൂടെ കേക്ക്, പിന്നെ ഹല്ലേലൂയ പറയാം. ഞാൻ പറഞ്ഞ് അയാളുടെ ഭാര്യയും തെണ്ടി നിങ്ങളും തെണ്ടി. പറഞ്ഞ പാസ്റ്ററുടെ ഭാര്യ, അങ്ങേരുടെ ഭാര്യയും തെണ്ടിയുടെ ഭാര്യ, ഈ പറഞ്ഞ സഹോദരി പുള്ളി കൊച്ചു തെണ്ടിയുടെ ഭാര്യ, പുള്ളിയുടെ ഭാര്യ, നിങ്ങൾ വലിയ തെണ്ടിയുടെ. മനസ്സിലായോ? എല്ലാവരും തെണ്ടിയാന്ന് പറഞ്ഞു. പിന്നെ വണ്ടി വിട്ട് പോയി ആരും ഒന്നും മിണ്ടുന്നുമില്ല. ഞാൻ ചോദിച്ചിട്ട് പോലും ആരും മിണ്ടുന്നില്ല. ഒന്നും പാടില്ല. നമ്മള് വലിയവരെന്ന് പ്രതീക്ഷിക്ക പലരും അവിടെ വലുതല്ല. സ്തോത്രം. നമ്മളാ ഇവിടെ എല്ലാവർക്കും വലിപ്പം വിട്ടേക്കുന്നത്. തമ്പുരാൻ തൂക്കി നോക്കുമ്പം ഒരുത്തനും കനം കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുകൊണ്ട് ഈ അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും ദൈവമക്കൾക്ക് പാടില്ല. സ്തോത്രം. മറ്റുള്ളവരെ ബഹുമാനിക്കുക, മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുക. സ്തോത്രം. അങ്ങനെയുള്ളവരെ ദൈവം ആദരിക്കും. അതിന് ഈ പ്രാർത്ഥന പിന്നെ ഇവിടെ ആയിത്തീരട്ടെന്ന് ഞാൻ ഓർമ്മിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാം നരർ, കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാം നരർ, ഒപ്പമിരുത്തിയതെന്നയർ അത്ഭുതം വരാ, അത്ഭുതം വരാ. മനുവേണ്ട വന്ദനം മനുജാതിക്കായി വന്നതാ ഉന്നതാധിപ. മനുവേണ്ട വന്ദനം. മനുജാതിക്കായി വന്നതാ ഉന്നതാധിപ. അപ്പൊ ശ്രദ്ധിക്കുക, മറ്റുള്ളവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരെ ദൈവം ആദരിക്കും. ആട്ടെ, നമ്മുടെ വിഷയത്തിൽ വരാം. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. ദൈവത്തിന്റെ മഹത്വം. വലിയ പ്രവാചകന്മാരുടെ നിരയിൽപ്പെട്ട വ്യക്തികളാണ് നമുക്കറിയാം യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ. ചെറിയ പ്രവാചകന്മാരുടെ നിരയിൽപ്പെട്ട വ്യക്തികളാണ് ഹോശിയ പ്രവാചകൻ മുതൽ മലാക്കി പ്രവാചകൻ വരെയുള്ള പ്രവചന വരേണ്യന്മാർ. നമ്മൾ ഇന്ന് രാത്രി ചെറിയ പ്രവചന പുസ്തകമാകുന്ന ഹോശിയ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചിരിക്കുന്നത്. ഈ ഹോശിയ പ്രവചനത്തിലെ പ്രതിപാദ്യ വിഷയം തന്നെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എബ്രയീം എന്ന ഗോത്രത്തെ പറ്റിയ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം എബ്രയീം എന്ന ഗോത്രം. എബ്രയീമിൻ്റെ ജനനം, വളർച്ച, ജീവിതം, ജീവിത ചര്യകൾ, ഇവൻ്റെ പിന്മാറ്റം, പിന്മാറ്റത്തിൻ്റെ ഓരോരോ പടികൾ, ഒടുവിൽ ഈ പിന്മാറ്റത്തെ ചികിത്സിക്കുന്നത്, ഭേദപ്പെടുത്തുന്നത്, മടങ്ങി വരുന്നത്, ഇത്യാദി വിഷയങ്ങളാണ് ഹോശിയ പ്രവചനത്തിൽ അടങ്ങിയിരിക്കുന്നതും നാം പഠിക്കുന്നതും. ആ ഭാഗത്തേക്കൊന്നും ഇന്ന് രാത്രി പോകുന്നില്ല. വായിച്ച തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിലൊരു ചിന്ത,
അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു ചെറിയ ചിന്താ വിഷയം, സ്തോത്രം, ഈ മരുഭൂമി യാത്രയിൽ അല്ലെങ്കിൽ മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ചെറിയ ചിന്ത. മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ട്? ഇനി പുതിയ നിയമത്തിന്റെ ഉപദേശത്തോട് ചേർത്ത് പഠിച്ചാൽ ഈ പഴയ നിയമവും പുതിയ നിയമവും അത് പ്രതിരൂപ സ്വരൂപങ്ങളാണ്, നിഴലും പൊരുളുമാണ്. പഴയ നിയമത്തിലെ സംഭവങ്ങളും വിഷയങ്ങൾ പലതും നിഴലും അതിൻ്റെ പൊരുളാണ് പുതിയ നിയമത്തിൽ. അപ്പോൾ അങ്ങനെ നിഴലും പൊരുളും പഠിക്കുന്ന വിധത്തിൽ വരുമ്പോൾ മരുഭൂമി എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചില വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ അതെന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ മരുഭൂമി ദൈവസഭയെ കാണിക്കുന്നു. പുതിയ നിയമത്തിൽ ഒരു പ്രയോഗമുണ്ട് മരുഭൂമിയിലെ സഭയിൽ. അപ്പോൾ മരുഭൂമി ദൈവസഭയ്ക്ക് നിഴലായിട്ട് നമുക്ക് വേണമെങ്കിൽ പഠിക്കാൻ തെറ്റില്ല. ദൈവത്തിന് മഹത്വം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അല്പസമയം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്ന്. ദൈവസഭയിൽ എന്തൊക്കെ ഉണ്ട്, ഈ മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ഈ മരുഭൂമിയിൽ കൂടി നാം പ്രയാണം ചെയ്താൽ ഈ യാത്ര ആനന്ദകരമായ യാത്രയാണ്. ഒന്നും അറിയാൻ മേലാതെ നമ്മൾ യാത്ര ചെയ്യും, വല്ലോ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ തളർന്നു പോകും. ഉദാഹരണം, പണ്ട് ഒരു യോഗം കഴിഞ്ഞപ്പോൾ രണ്ട് പിതാക്കന്മാർ മുറ്റത്തിരുന്ന് സംസാരിക്കുക. രണ്ടുപേരും പ്രായമുള്ള പിതാക്കന്മാരാ. അതിൽ ഒരു പിതാവ് ആരംഭകാല വിശ്വാസിയും മറ്റേ പിതാവ് അടുത്ത കാലത്ത് പെന്തിക്കോസി വന്നയാളാണ്. അപ്പോൾ അടുത്ത കാലത്ത് പെന്തിക്കോസി വന്നയാള് പഴയ പെന്തിക്കോസുകാരനായ പിതാവിനോട് പറയുക, ചാക്കോച്ച, പെന്തിക്കോസി വന്നപ്പോഴാണ് ഇതുകൊണ്ടെന്നറിയുന്നേ, എന്നെ നാന്നറിയാൻ മേല എന്തോ പ്രശ്നമാണ്. അപ്പൊ പുതിയ വിശ്വാസി പഴയ വിശ്വാസിയോട് പറയാ, ചാക്കോച്ച, പെന്തിക്കോസി വന്നപ്പോഴാണ് ഇതുകൊണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ എന്തോ പ്രശ്നമാണ്, സഭയിലോ ഒക്കെ ഉണ്ടായ പ്രശ്നങ്ങളാണ്. അടിയോ പിടിയോ അല്ലെങ്കിൽ കേസോ കോടതി അങ്ങനെയൊക്കെ ആയിരിക്കാം, അതാണല്ലോ ഇപ്പൊ കൂടുതലും. അപ്പൊ ഈ പുതിയ വിശ്വാസിയോർത്ത് എപ്പോഴും അങ്ങ് പാട്ടും പ്രാർത്ഥനയും അന്യഭാഷയും തന്നെ എന്നാ അങ്ങനെ എങ്ങാണ്ട് ധരിച്ചാ പുള്ളി ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ടോർപ്പോടോ, കാലുവാറിൽ തൊടുത്തുകൊത്ത്, കാലേ വാരി അടിക്കുക, ടോർപ്പോടോ നെഞ്ചത്തോട് കമ്പി കുത്തി കയറ്റുക, ഒരുത്തനെ എങ്ങനെ തകർക്കാന്ന് വെച്ചാൽ തകർക്കുക, കൂട്ടം കൂടുക, ഗുണ്ടായിസം, അതിനൊക്കെ ഒത്തിരി പ്രശ്നങ്ങളാണ്. അപ്പൊ ഇതെല്ലാം കണ്ടപ്പോൾ ഈ പുതിയ വിശ്വാസി അന്തം വിട്ടുപോയി. നോട്ടീസ് കണ്ടത് കടന്നു വരുവീൻ, സംബന്ധിപ്പീൻ, അനുഗ്രഹം പ്രാ. ഇത് കണ്ടോണ്ടാ പുള്ളി ഇതിനകത്ത് 3 വേട, കടന്നു വരുവി. നിങ്ങൾ ആ നോട്ടീസ് ഒന്നും കണ്ടിട്ടില്ല. കടന്നു വരുവി, സംബന്ധിപ്പി, അനുഗ്രഹം. അത് അറിഞ്ഞ് പുള്ളി കടന്നു വന്നു കഴിഞ്ഞപ്പം ഭയങ്കര പ്രശ്നം ഇതിനകത്ത്. അപ്പം അതെല്ലാം കൂടെ കണ്ടേച്ചാ ഈ പുള്ളി പറഞ്ഞത്, ചാക്കോച്ച ഇത് കൊണ്ടുവന്ന്. അപ്പോൾ പഴയ വിശ്വാസി ഉടനെ തിരിച്ച് പ്രതിവചിച്ചു, കിവറിച്ച, ഇതെല്ലാം ഉണ്ടെന്നറിഞ്ഞോണ്ടാണ് ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പം പുതിയ വിശ്വാസിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പൊ എന്തോ ഒരു പ്രശ്നം വന്നപ്പോൾ പുള്ളി ആകെ തളർന്നു. അപ്പൊ പഴയ വിശ്വാസിക്ക് അറിയാം, പാട്ടും പ്രാർത്ഥനയും മാത്രമല്ല, ഇത് കഴിഞ്ഞേച്ച് പാരയും ടോർപ്പുടോ ഒക്കെ ഇതിനകത്ത് ഉണ്ട്. ആ പ്രശ്നം വന്നപ്പം പഴയ വിശ്വാസം നല്ല ഉറപ്പുണ്ടത്, കാരണം പുള്ളിക്ക് ഇതൊക്കെ ഉണ്ടെന്ന് അറിയാം. അതാ പുള്ളി പറഞ്ഞത് എല്ലാം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത്. അതിൻ്റെ ഉപദേശം അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞൊരു പ്രയോഗം ഇത്തരണത്തിന് നല്ലതാ. നല്ല നെല്ലിൻ്റെ കൂടെ ആ കള വളരെ, ഇപ്പം കള പറിക്കത്തില്ല, നെല്ലിന് ക്ഷീണമാകും. എല്ലാം ഇതിനകത്തുണ്ട്. സ്തോത്രം. കളത്തെ മുറ്റും വെടിപ്പാക്കുന്നൊരു സുദിനമുണ്ട്. വീശുമറം അവൻ്റെ പക്കലാ. ഒരു സഭക്കാരുടെ കയ്യിലും വീശുമറം കൊടുത്തിട്ടില്ല, കൊടുക്കുകയില്ല. ഓവർസീർമാരുടെ കയ്യിലൊന്നും വീശുമറം കർത്താവ് കൊടുത്തിട്ടില്ല, കൊടുക്കുകയില്ല. ചുമ്മാ വീശുകാന്നേ ഉള്ളൂ. സൂപ്രണ്ടിന്റെ കയ്യിലും വീശുമറം ഒന്നും
നിങ്ങൾ ഓർക്കുന്ന പോലെ ഒരു സൂപ്രണ്ടിയെ കൊടുക്കുക. ചുമ്മാ വീശുമറം ആരുടെയും കർത്താവ് കൊടുത്തിട്ടില്ല. IPC-ക്കാരുടെ കയ്യിൽ ഒട്ടും വീശുമറം കൊടുക്കല്ലോ, ഊടുപാട് വീശിക്കളയും. അവർ കിട്ടാത്ത അതിനകത്തുള്ളവരെ തന്നെ വീശിക്കൊണ്ടിരിക്കുക. പിന്നെ അപ്പം ഇതാരുടെയും കൊടുത്തിട്ടില്ല. വീശുമുറം അവന്റെ പക്കല. സ്തോത്രം. ചെമ്മരിയാടും കോലാടുകളും ഭൂമിയിൽ വേർതിരിയും, ചെല്ലും നിത്യത മണവാട്ടിയും യുഗയുഗവാണിടുവാ. ചെമ്മരിയാടും കോലാടുകളും ഭൂമിയിൽ വേർതിരിയും, ചെല്ലും നിത്യത മണവാട്ടിയും യുഗയുഗവാണിടുവാ. പുതുയുഗ പുലരിയിൽ പുതുകാലത്ത് ഈരടികൾ കാറായി, പുതുയുഗ പുലരിയിൽ പുതുകാലത്ത് ഈരടികൾ പ്രവാസികളെ പ്രഭാതമാകാറായി, പ്രതികൂലമാകും ഈ മരുവാസം വേഗം തീരാറായി. പ്രതികൂലമാകും ഈ മരുവാസം വേഗം തീരാറായി. പ്രതികൂലമാകും ഈ മരുവാസം വേഗം തീരാറായി. അപ്പൊ ശ്രദ്ധിക്കുക, കർത്താവ് ഇതെല്ലാം നന്നായിട്ട് ചെയ്യുന്നൊരു സുദിനമുണ്ട്. അപ്പോൾ അറിയാൻ പാടില്ലാഞ്ഞ വ്യക്തി പ്രശ്നം വന്നപ്പോൾ ആകെ ക്ഷീണിച്ചു, മനപ്രയാസമായി. അതാ പുള്ളി ചോദിച്ചത് ഇത് കൊണ്ടുവന്ന്. അപ്പൊ എന്തൊക്കെയുണ്ടെന്ന് അറിയാമായിരുന്ന വ്യക്തി ഈ പ്രശ്നം വന്നപ്പോൾ ക്ഷീണിച്ചില്ല. പുള്ളിക്ക് മനസ്സിലായി ഇതല്ല ഇതിനകത്ത്. അതാ പുള്ളി പറഞ്ഞൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഭാഗം വിട്ടൊക്കെ ഇനി അവരെ രണ്ടുപേരെയും ചിന്തിച്ചിരിക്കണ്ട. നമുക്ക് ആ വല്യപ്പന്മാരെ ഏതാ ഇവിടെ ഉള്ളതാ അതൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ വിഷയത്തിൽ വരാം. ഈ മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഈ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്താൽ ഈ യാത്ര ആനന്ദത്തിന്റെ യാത്രയാണ്. ഒന്നും അറിയാൻ വരാതെ നമ്മൾ യാത്ര ചെയ്യും, വല്ലോ എന്തെങ്കിലും സംഭവിച്ചാൽ ക്ഷീണിച്ചു പോകും. അതുകൊണ്ട് ഇന്ന് രാത്രി ക്ഷീണിക്കരുത്, തളർന്നു പോകരുത്, മടുത്തു പോകരുത്, പിന്മാറരുത്, പതറരുത്, ചഞ്ചലിക്കരുത്. സങ്കീർത്തനക്കാരന്റെ ഭാഷ പറഞ്ഞാൽ ചാഞ്ഞ മതിലും ആടുന്ന വേലി പോലെ ആകരുത്. യഹോവയിൽ ആശ്രയിച്ച് ഉറച്ച് ധൈര്യത്തോടെ നിൽക്കണം. ദൈവം നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിൽ എന്തൊക്കെയുണ്ട്? നമുക്ക് മരുഭൂമി എന്നുള്ളൊരു ചെറിയ പഠനം, അത് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച ആശയം അനുസരിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് ചിന്തിക്കാം. ദൈവത്തിൻ്റെ മഹത്വം. ഞാൻ വാക്യങ്ങൾ ആദ്യം പറയാം. മോള് ക്രമത്തിൽ വളരെ പതുക്കെ വായിച്ചാൽ മതി, പേടിക്കൊന്നും വേണ്ട. വളരെ ശാന്തമായിട്ട് വായിച്ച് സഹായിക്കണം. അപ്പം ആദ്യം ഞാൻ വാക്യങ്ങൾ അങ്ങ് പറയാം. അത് മോളൊന്ന് നോട്ട് ചെയ്തിട്ട് ക്രമത്തിൽ വായിക്കണം. നമ്മുടെ ചിന്ത മരുഭൂമിയിൽ, നമ്മുടെ വിഷയം മരുഭൂമിയിൽ എന്തുണ്ടെന്ന. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 14 വായിക്കണം, പിന്നെ അതിൻ്റെ 19 വായിക്കണം. അത് കഴിഞ്ഞ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം ആർക്ക് വേണേലും വായിക്കാം ഉറക്കെ. അത് കഴിഞ്ഞ് പുറപ്പാട് 3-ന്റെ 18 ഒന്ന് വായിച്ച് സഹായിക്കണം. പിന്നെ പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം ഒന്ന് വായിച്ച് സഹായിക്കണം. പിന്നീട് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 27 വരെ വായിച്ച് സഹായിക്കണം. അതിനുശേഷം പുറപ്പാട് 16-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം പിന്നീട് വായിച്ച് സഹായിക്കണം. പിന്നെ സംഖ്യാപുസ്തകം 21-ന്റെ 4ഉം 5ഉം 6ഉം വായിച്ച് പിന്നെ സഹായിക്കണം. പിന്നെ മത്തായി 4-ന്റെ 1ഉം 3-ന്റെ 1ഉം മർക്കോസ് 1-ന്റെ 2ഉം 3ഉം. ബാക്കി വാക്യം ഞാൻ ഇത് കഴിഞ്ഞ് പറയാം. അപ്പോൾ ആദ്യം നമ്മുടെ ചിന്ത മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്ന വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 14 വാക്യം ആദ്യം വായിച്ചേ. മൈക്ക് കൂടെ, അതിനല്ലേ ഞാൻ മൈക്ക് തന്നത്. ആ ആ ആ ആ ആ അവൾ പുറപ്പെട്ടു പോയി ബേർഷേബ മരുഭൂമിയിൽ
ഉഴന്ന് നടന്നു. ഇനി മോള് മൈക്ക് കൊണ്ടൊന്ന് വായിച്ചേ. അമ്മാമ്മയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ചടയെന്ന് വായിച്ചല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. മോള് വായിച്ചേ. അബ്രഹാം അതികാലത്തെ എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ആഹാരന്റെ തോളിൽ വെച്ചു, കുട്ടിയെ എടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. ഇതിന്റെ പശ്ചാത്തല ഭാഗം നിങ്ങൾക്കറിയാം. ഞാൻ ശിവപാസ്റ്ററോട് പറഞ്ഞിട്ട് ഈ പാട്ട് പാടുമ്പോൾ അദ്ദേഹമായി എടുത്ത് പാടുന്നത്. അപ്പം ഇത് ഇങ്ങനെ എടുക്കുന്നയാൾ ഇന്ന് വന്നില്ല. ഇതിപ്പം പണ്ടൊരാൾ പറഞ്ഞ പോലെ സിനിമാ കൊട്ടൊക്കെ പണിയും വേണം, അഭിനയിച്ചും കാണിക്കണമെന്ന് പറഞ്ഞ പോലെ അദ്ദേഹം ഇതിപ്പോൾ എല്ലാം കൂടെ ചെയ്യണം. അപ്പം ഞാൻ പറയാമായിരുന്നു, ഇടയ്ക്ക് 2 ശീല് പാട്ട് പാടുമ്പം ഒന്ന് പാടി സഹായിക്കണമെന്ന് പറയുമായിരുന്നു. അന്നേരം മൈക്ക് മോഡയിൽ നിന്ന് മേടിച്ചോണം. അപ്പം അടുത്താന്നല്ലോ മൈക്ക്. അപ്പം ശ്രദ്ധിക്കുക, മരുഭൂമിയിൽ എന്തുണ്ട്? ഇവിടെ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 21:14. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ച് കുട്ടിയെ കൊടുത്തു, അവളെ അയച്ചു. അടുത്ത വാക്യത്തിൽ അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്ന് നടക്കുക. ശ്രദ്ധിക്കുക, ബേർശേബ മരുഭൂമിയിൽ തൻ്റെ തലമുറയാകുന്ന ഇശ്മയിലിന്റെ കൈക്ക് പിടിച്ച് വേദനയോട് ഭാരത്തോടെ ഞരങ്ങി യാത്ര ചെയ്യുന്ന ഒരു സഹോദരി. ഈ സാഹചര്യം പഠിച്ചാൽ, സന്ദർഭമൊക്കെ നോക്കിയാൽ ഈ ഹാഗാർ ഇങ്ങനെ അലഞ്ഞ് ഉഴന്ന് നടക്കേണ്ടവളല്ല. കാരണം അബ്രഹാമിന്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടെ ജീവിച്ചവളാ ഹാഗാർ. ഈ ഹാഗാറിനെ അബ്രഹാമിന് ഈ വീട്ടിലേക്ക് കൂട്ടായി ലഭിച്ചത്, അതിനെപ്പറ്റി പറഞ്ഞ മിസ്രൈമിലേക്ക് പണ്ടൊരു പോക്ക് പോയി. ആ പോക്കിന് കിട്ടിയതാ ഹാഗാറിനെ. അതാ മിസ്രൈമ്യ ദാസിയാകുന്ന ഹാഗാർ. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അബ്രഹാമിന്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടെ ജീവിച്ചവളാണ് ഹാഗാർ. അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു, വാഗ്ദത്തം ദൈവം കൊടുത്തു. അബ്രഹാം അത് വിശ്വസിച്ചു. ഈ സാറായിക്ക് അത്ര വലിയ വിശ്വാസമൊന്നും വന്നില്ല ആരംഭത്തിൽ. അതുകൊണ്ട് ഓടിച്ച് പറയാം, അബ്രഹാം ഇത് ആഴമായി വിശ്വസിച്ചു. സാറയ്ക്ക് വലിയ വിശ്വാസമൊന്നും വന്നില്ല. ഈ നമ്മുടെ കൂടെ സഭയിൽ വരുന്ന എല്ലാവർക്കും ഒന്നും വിശ്വാസമൊന്നുമില്ല. ഇങ്ങനെ തുള്ളിയും ചാടിയും പാടിയും കൊട്ടിയൊക്കെ നടക്കുന്നെങ്കിലും വിശ്വാസമൊന്നും ഇല്ല. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറയാൻ പറയുമ്പോൾ ചുമ്മാ പൊക്കുന്നതാ, വിശ്വാസമൊന്നും ഉണ്ടായിട്ടല്ല. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ, ഇവൻ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കാണിക്കുന്നല്ലേ, വിശ്വാസമൊന്നുമില്ല. സ്തോത്രം. വിശ്വാസമുള്ളവന്റെ വാക്ക് കേൾക്കുമ്പോൾ അറിയാം, അവന്റെ സംസാരം കേൾക്കുമ്പം അറിയാം. പിന്നെ നമ്മുടെ കൂടെ ഇങ്ങനെ പമ്മി നടക്കുന്ന വിശ്വാസമൊന്നും ഉണ്ടായിട്ടില്ല. വേറെ പോക്കണം. പള്ളിയിലോട്ട് ചെല്ലാനൊക്കത്തില്ല. അവിടെ കുരിശുന്നട്ടേക്ക് കല്ലെറിഞ്ഞേച്ചാ ഇങ്ങോട്ട് വന്നേ. ഉണർവ് കയറി അവർ നോക്കിയിരിക്കുക അല്ലേ. അച്ഛനെ ലോകായി പിടിച്ച് വലിച്ചു, തനിക്ക് പ്രമാണം അറിയാവോ എന്ന്. അങ്ങേര് വൈദികം മര്യാദക്കാനായതുകൊണ്ട് പുള്ളി കൈ തട്ടിയ ചങ്ങ് പോയി. ഇനിയിപ്പോൾ അങ്ങോട്ടും പമ്മി ചെല്ലാനും ആ വന്ന മൂച്ചിന് കൺവെൻഷൻ സ്റ്റേജിൽ കയറി പറഞ്ഞ് പള്ളിക്കാർ മുഴുവൻ ഡാഷാന്ന്. ഇനി അങ്ങോട്ടും എന്നാ വന്നെടുത്ത് നീ ഗുണമായോ? നീ ഓരോരൊക്കെ നീ 100 കിലോ ഉണ്ട്, 1/2 കിലോയുടെ സ്വോത്രം പറയുമോ? പറയൂ. അല്ല, ചിലരുടെ കാര്യമാണ്. നീ 7 പൊറോട്ടയോ അതിനിടത്ത് ചിക്കനും കഴിക്കും, നീ 1 കിലോയുടെ സ്വോത്രം പറയുമോ? അല്ലൊന്ന് ചിന്തിച്ചേ. 2-3 പ്രാവശ്യം ആഹാരം അത് വേണ്ടെന്നല്ല, ആവശ്യത്തിന് കഴിച്ചു പോകണം. പക്ഷെ ആരാധനയ്ക്ക് വരുമ്പോൾ മാത്രം അങ്ങ് പമ്മല. വളരെ ബുദ്ധിമുട്ടിയ ഒന്ന് കൈയടിക്കുക, ഒരു ഹല്ലേലൂയൊക്കെ പറഞ്ഞ് ചിലര് ദൈവത്തിന് മഹത്വം ആണ്ടേ. അപ്പൊ ഈ ദൈവത്തിൽ വലിയ വിശ്വാസമൊന്നും ചിലർക്കില്ല. അപ്പൊ ഈ ഹാഗർ അബ്രഹാമിന്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടെ ജീവിച്ചവളാ. ദൈവത്തിന് മഹത്വം. അബ്രഹാമിനെ ദൈവം വിശ്വാസം കൊടുത്തു. അബ്രഹാം വിശ്വസിച്ചു. സാറയ്ക്ക് വലിയ വിശ്വാസം വന്നില്ല. അതിന്റെ വെളിച്ചത്തിലാണ് ഹാഗറിന്റെ അടുക്കൽ അബ്രഹാമിനെ സാറായിയുടെ നിർബന്ധപ്രകാരമാണ് കടത്തിവിട്ടത്.
തന്നിമിത്തം അബ്രഹാമിന് ഹാഗറിൽ കൂടി ഒരു തലമുറ കൊണ്ടായി. നിങ്ങൾക്കറിയാം, ഇശ്മയേൽ. നാം ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിന്റെ ഒടുവിൽ വായിക്കുമ്പോൾ ഇശ്മായേൽ ജനിക്കുമ്പോൾ അബ്രഹാമിന് 86 വയസ്സുണ്ടെന്ന അങ്ങനെ എഴുതിയേക്കുന്നത്. 16-ാം അധ്യായത്തിന്റെ ഒടുവിൽ വായിച്ച മോളെ എടുത്തെങ്കിൽ ചടികടാന്ന് വായിച്ചോ. 17-ന്റെ നേരെ മേളിൽ കിടപ്പുണ്ട്. വായിച്ചോ വായിച്ചോ, ആര് വേണേലും വായിച്ചോ. ഹാഗാർ അബ്രഹാമിന് മൈക്ക് അടുത്തിരിപ്പുണ്ടല്ലോ, എന്നാലും മൈക്കിനോട് വലിയ താല്പര്യം ഇല്ലല്ലോ. ഹാഗാർ അബ്രഹാമിന് ഇശ്മായേലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് 86 വയസ്സ്. അപ്പോൾ 86-ാമത്തെ വയസ്സിൽ ഇശ്മായേലിന് ലഭിച്ചു. അപ്പോൾ അബ്രഹാമിന് ഹാഗറിൽ കൂടി ഇശ്മായേല് ലഭിച്ചു. എൻ്റെ ചിന്ത, ഇശ്മായേൽ ഹാഗാറിന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാം ഒരു ചെറിയ ആശയം പറയുകയാണ്. ആ കാലയളവിൽ സാറയേക്കാൾ ഉപരി ഹാഗറിനോട് ഒരു സ്നേഹവും താല്പര്യവും ഒരു മമതയും അടുപ്പവും, അത് മാനുഷികം, അങ്ങനെ ഉണ്ടാകും. ആരുടെയും കുഴപ്പമാണെന്ന് ഞാൻ പറയത്തില്ല. ഒരല്പ താല്പര്യവും അടുപ്പവും പറ്റുമാനവും ഒരു മമതയൊക്കെ ഹാഗറിനോട്. അതിന് നാട്ടിലെ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഈ കിട്ടപ്പോരുള്ളിടത്ത് മമത കൂടുവെന്ന. കിട്ടപ്പോരുള്ളിടത്ത് മമത കൂടും. ഞങ്ങളുടെ നാട്ടിൽ വേറൊരു പഴമൊഴിയുണ്ട്, അത് പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകും. ദശയുള്ളിടത്തെ അപ്പൊ ഇപ്പോൾ ഹാഗറിനാണ് തലമുറ. സാറായി പ്രസവിച്ചിട്ടില്ല. അപ്പോൾ അബ്രഹാമിന് മാനുഷികമായി ഒരു താല്പര്യവും മമതയും അടുപ്പവും ഒക്കെ ഹാഗറിനോട് വരാം. അത് ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക, ഉപദേശിമാർക്കും ഉണ്ടാകാം. ഏത് സഭ, നിങ്ങൾ ഏത് സഭയെടുത്തു, ഞാൻ 1-ാം പ്രതി ഞാനാ. സഭയെ കാശും പുത്തനും കഴിവും ഇച്ചിരി സ്റ്റാറ്റസും ഒക്കെ ഉള്ളവരോട് പാസ്റ്റർമാർക്ക് കുറച്ച് കൂടുതൽ മിണ്ടുകല. നിങ്ങൾ 1-ാം പ്രതി ഞാനാന്ന് പറഞ്ഞല്ലോ, പിന്നെ നിങ്ങൾ പിന്നെ എന്നെ ഇങ്ങനെ കിഴിഞ്ഞു നോക്കുന്നേ. ആൾക്കാരെല്ലാം പറയും ഞങ്ങൾക്ക് എല്ലാവരോടും ഒരുപോലാണ്, നാം ഒരപ്പത്തിൻ്റെ അംശികളാണ്. അങ്ങനെ വെറുതെ പറയുന്നതാ, വെറുതെ പറയുന്നതാ. മനുഷ്യനാണോ ഈ ഭൂമിയിലാണോ ജീവിക്കുന്നേ? നിന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് സൂക്ഷം ഇങ്ങനത്തെ പ്രകൃതി വരും. ഒറ്റ കുഞ്ഞുങ്ങൾ കാണുകയില്ല. ഇനിയും പത്രോച്ചം പണങ്ങുകയെന്നറിയാം. 21 അല്ല 40 ഞാനിരുന്നാൽ ഇത് വിട്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ചിലർക്ക് അതിൻ്റെ അളവ് അല്പം കുറെ. ഞങ്ങളിപ്പോൾ വണ്ടിയെ വന്നപ്പോൾ ഒരു വിഷയം സംസാരിച്ചപ്പോൾ ജെയ്സൺ പറഞ്ഞു അളവ് കുറയുമെന്ന്. അതാ എൻ്റെ പരമാർത്ഥം. അല്ല, പറഞ്ഞെടുത്തു അളവ് കുറവേ ഉള്ളു, കാര്യങ്ങളല്ല ഇങ്ങനൊക്കെ തന്നെ. മനുഷ്യനല്ലേ. ഇപ്പം സഭയുടെ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഗബ്രിയേലൊന്നും അല്ലല്ലോ, അല്ല, മനുഷ്യനല്ലേ. സ്തോത്രം. നമ്മളെല്ലാവരും പറയുമല്ലോ നമുക്ക് അങ്ങനെ വേറുകൃത്യം ഒന്നുമില്ല. അതെല്ലാം ഉണ്ട്. ആർക്കാ ഇല്ലാത്ത? ഭക്ഷണം കൊടുക്കുന്നതിൽ വേറുകൃത്യമില്ലേ? ഇല്ലേ? ഉണ്ട്. ഇരുത്തുന്നതിൽ വേറുകൃത്യമില്ലേ? ഇല്ലേ? നിങ്ങൾ കള്ളമൊന്നും പറഞ്ഞ് രക്ഷപ്പെടാനൊന്നും നോക്കണ്ട. ഉള്ളത് പറഞ്ഞു ചേച്ചി നമുക്കെല്ലാം മര്യാദയ്ക്ക് വിരിഞ്ഞു പോകണം. കാര്യം പറഞ്ഞ ഇല്ലേ? എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ മക്കളെയും അപ്പുറത്തെ മക്കളെയും ഒരുപോലാണോ കരുതുന്നേ? അല്ലല്ല, ഒക്കത്തില്ലല്ലോ അങ്ങനെ. പിന്നെ അതാ അളവിനൽപ്പം. എന്നോട് ഒരു സഹോദരി നമുക്ക് വേണ്ടപ്പെട്ടതാ. അവിടെ ചെറുപ്പത്തിൽ നടന്ന സംഭവം. അവിടെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ അവർ നിന്ന് പഠിക്കുന്നത്. അപ്പം അമ്മയുടെ അനിയത്തി കൂടുതൽ പാലൊടിച്ച കാപ്പി മോക്ക് കൊടുക്കും,
കുറച്ച് പാലൊടിച്ച കാപ്പി ചേട്ടത്തിയുടെ പിള്ളേർക്കും കുടിച്ചവളാ എന്നോട് പറഞ്ഞേ, അല്ല ഞാൻ പാലൊടിച്ചെന്നല്ല പറഞ്ഞേ. കുറ്റവുമല്ല ഞാനീ പറഞ്ഞ, മനുഷ്യ പ്രകൃതി അതാ. സ്തോത്രം. അതെ, മനുഷ്യ പ്രകൃതി. അത് നീ വെള്ളം കുടിക്കാതെ ഉപയോഗിച്ചാൽ ഇതൊന്നും മാറുമെന്ന് എനിക്ക് കുറ്റമല്ലി പറഞ്ഞത്. നമ്മുടെ വീണ്ടെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല ശരീരത്തിന്റെ. ഇത് മൺമയമാണ്. ഇതിനകത്തെ രാഗങ്ങളെ, മോഹങ്ങളെ, സ്വാർത്ഥത, ഇച്ഛ, അഭിലാഷം, ആവേശം ഒത്തിരി ഉണ്ട്. അതിൽ പിന്നെ ഇത് കുറച്ചൊക്കെ പരിഹരിക്കുന്നത് ഈ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ്. അതിനാ ഉപവാസവും പ്രാർത്ഥനയും. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളെ, മോഹങ്ങളെ, ഇച്ഛകളെ, അഭിലാഷങ്ങളെ, തൃഷ്ണകളെ പിടിച്ചൊതുക്കുവാൻ, ഇതിനെ കീഴടക്കി ബലപ്പെടുവാനും ജയിക്കുവാനുമാ ഉപവാസവും പ്രാർത്ഥനയും. എല്ലാറ്റിലും ഉപരി കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ. പ്രൈസ് ദി ലോർഡ്. അതെ, അപ്പൊ ആ കാലയളവിൽ അബ്രഹാം സാറയേക്കാൾ ഉപരി ഹാഗാറിനെ സ്നേഹിച്ചെന്ന് വരാം. അപ്പോൾ അബ്രഹാം ഇവളെ സ്നേഹിക്കുമ്പോൾ വീട്ടിൽപ്പെട്ടവര് അഭ്യാസികളൊക്കെ ഉണ്ടല്ലോ, പലരുണ്ടല്ലോ, അവരെല്ലാവരും ഹാഗാറിനെ ബഹുമാനിച്ചെന്നും വരാം. അപ്പോൾ എല്ലാവരുടെയും ബഹുമാന പാത്രമായി, എല്ലാവരും ആദരിച്ചവളായി, ബഹുമാനിച്ചവളായി ഹാഗാറും പൈതലും അബ്രഹാമിന്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടെ ജീവിച്ചു. എന്നാൽ ദൈവം തന്റെ വാഗ്ദത്തം സാറയിൽ കൂടി നിവർത്തിച്ചു. അബ്രഹാമിന് സാറയിൽ കൂടി ഒരു തലമുറ കൊണ്ടായി ഇസഹാക്ക്. നിങ്ങൾക്കറിയാം, നാം ഇങ്ങനെ വായിക്കുന്നു. അവൻ കരയുന്നത് എന്തിനാ? മോൻ എന്തിനാ കരയുന്നേ? മോനെ എന്തിനാടാ കരയുന്നത്? ഇവന്റെ അമ്മ ഏതാ? എഴുന്നേറ്റ് നിന്ന് അമ്മയെ കാണട്ടെ. മോനെ അങ്ങോട്ട് ചെല്ലും. മോനെ ഇവനെ അങ്ങോട്ട് കൊണ്ടുപോകും. നീ എന്തിനാ അമ്മയെ വിട്ടേച്ച് ഇങ്ങോട്ട് വന്ന്? അവിടെ പോയി. നിനക്ക് അമ്മയുടെ അടുക്ക പോണോ? അല്ല, ചോദിക്കണേ. പിന്നെ കൊച്ചുങ്ങൾ കരഞ്ഞാലോ? അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം തന്റെ വാഗ്ദത്തം സാറയിൽ കൂടി നിവർത്തിച്ചു. അബ്രഹാമിന് ഒരു തലമുറയെ സാറയിൽ കൊടുത്തു ഇസഹാക്ക്. നാം ഇങ്ങനെ തിരുവനന്തപുരത്ത് വായിക്കുന്നു, ഇസഹാക്കിന്റെ മുലകുടി മാറിയപ്പോൾ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. അതിനകത്തൊരു ചിന്ത പറയാം, ഈ അമ്മമാരോട് വിശേഷിച്ച് പറയാം. മക്കൾ യഹോവ തരുന്ന ഈ അവകാശവും ഉദരബലം ദൈവം തരുന്ന ദാനമെന്നല്ല, പ്രതിഫലം. മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം തന്നിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ കുഞ്ഞുങ്ങളെ അമ്മമാരോടും സഹോദരിമാരോടുമായി പറയുന്നത്, കുഞ്ഞുങ്ങളെ ദൈവം തരുമ്പോൾ വേദപുസ്തകത്തിന്റെ പ്രമാണവും ശാസ്ത്രീയമായിട്ടും എല്ലാം അത് അംഗീകരിച്ച കാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ മുലപ്പാൽ കൊടുക്കണം. കുഞ്ഞുങ്ങള് അമ്മയുടെ മുലപ്പാല് നുകർന്ന് കുടിച്ചു വേണം വളരാൻ. സ്തോത്രം. ഈ ആടിന്റെ പാല് കൂടെ കൊടുക്കുന്ന കൊച്ചുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആണങ്ങനല്ലേ ചിലത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ചില കൊച്ചുങ്ങളെ ചിരിക്കാൻ പറഞ്ഞതല്ല. ആട്ടുംപാലാകത്ത് ആരാണ്ട് പറഞ്ഞു പോലും അസ്ഥിക്ക് ബലം ഉണ്ടാകുമെന്ന്. നല്ല ബലമാ. 5 വയസ്സുള്ളവനെ ഒന്ന് പിടിച്ചേ അവൻ അടിച്ച് തീർപ്പിച്ചാ പോകുന്നത്. കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ മുലപ്പാല് കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തണം. കുറ്റമല്ലി പറയുന്നത്, അമ്മയുടെ കൈത്തണ്ടി കിടന്ന് അമ്മിഞ്ഞ പാല് നുകർന്ന് കുടിച്ച്, അമ്മമാരാന്നല്ലോ നിങ്ങള്, അമ്മയുടെ കൈ കിടന്ന് കുഞ്ഞ് അമ്മയുടെ മുലപ്പാല് വലിച്ചു കുടിച്ചേച്ച് ഇടയ്ക്ക് ഇങ്ങനെ അമ്മയെ നോക്കുമ്പോ അമ്മയാ പറഞ്ഞു കൊടുക്കുന്നത്. അമ്മ ഇല്ലേ? അച്ഛൻ. ഇപ്പൊ പിന്നെ അങ്ങനെ ഡാഡി. അവന് 5 വയസ്സ് കഴിയുമ്പം താടി. കാരണം അവനെ പറഞ്ഞത്
ഡാഡ. അന്നേരം അവൻ 7 വയസ്സാകുമ്പോൾ വാടാന്ന് പറയും. അപ്പനെ വിളിക്കുക. അപ്പൊ അമ്മയാ പറഞ്ഞു കൊടുക്കുന്നത്. അമ്മ, അച്ഛൻ, അമ്മുമ്മ, അപ്പച്ചൻ, അമ്മ എന്നെല്ലാം പഠിക്കുന്നത്. അത് ഈ രീതി പോയെങ്കിലേ അതെല്ലാം കിട്ടുകയുള്ളൂ. ഇന്ന് അങ്ങനെ അല്ലല്ലോ. ചിലടത്തെ കൊച്ചമ്മേ മോള് പ്രഗ്നൻ്റ് ആയിരുന്നു, എങ്ങനായി കാര്യം? അയ്യോ ഡെലിവറി കഴിഞ്ഞു. എന്ന്? മിനിഞ്ഞാന്ന്. കുഞ്ഞും മോളും സുഖമായില്ല. ഇല്ല, അവള് ഡെലിവറി കഴിഞ്ഞ് അതിലേക്കൂടെ ഇറങ്ങി കുവൈറ്റിൽ പോയി. അവധിയില്ല. അവിടെയും കുഴപ്പമല്ല, അവധി. പിന്നെ കുഞ്ഞിനെ എൻ്റെ തന്നേച്ചാ. പിന്നെ വീട്ടിൽ ഒരു സ്ത്രീയെയും കൂടെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. 2 കടി പശുവും പാല് മേടിക്കും. അത് കാച്ചി ഒരു 7 നിപ്പിളും കുപ്പി. രാവിലെ അത് മുഴുവൻ നിറച്ച് ഈ സമായത്തിന് വരുന്നതാണ്. 7 കുപ്പി പാലും ഈ കൊച്ചും തള്ളി ഓട്ടോ നിറച്ച് കൊച്ചിനെ കൊണ്ട് കിടത്തി വെച്ച് ഓരോ കുപ്പി എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ആത്മാവിലാകുമ്പോൾ നോക്കും തീരുന്നുണ്ടോ എന്ന്. ഞാൻ തമാശ പറഞ്ഞതല്ല. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോട് വലിയ പ്രതിബദ്ധത കാണുകയില്ല, കാണത്തില്ല. എല്ലാവരുടെയും കാര്യമല്ല ഞാനീ പറയുന്നത്. സിംഹഭാഗു നിങ്ങളെ യോജിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതെൻ്റെ വിഷയവുമല്ല. എൻ്റെ അനുഭവത്തിൽ നിന്നും ചില പഠനത്തിൽ നിന്നും എനിക്ക് വലിയ ശാസ്ത്രീയ പഠിത്തമൊന്നും അറിയത്തില്ല. ഞാൻ ആതുര രംഗത്തൊന്നുമല്ല. എന്നാലും അമ്മയുടെ അപ്പൻ്റെയും ചൂട് പറ്റി കിടക്കണം കൊച്ചുങ്ങൾ കുഞ്ഞുനാളിൽ. വേണ്ടേ? വിശേഷിച്ച് അമ്മയുടെ ചൂട് പറ്റി കിടക്കണം. ഇപ്പൊ പുതിയ കണ്ടുപിടുത്തവും പുതിയ പരിഷ്കാരികളെല്ലാം കൂടെ വന്ന് ചില രാജ്യങ്ങളിലൊക്കെ കൊച്ചിനെ വേറെ മുറി ഊപ്പക്കൊച്ചിനെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കിയാണെങ്കിൽ അതിന് കുഴപ്പം കൂടെ പറയാം. തന്തയും തള്ളയും പ്രായമ്പോൾ അവനും വന്ന് ഇതുപോലെ. അവൻ്റെ ഭാര്യ പറയും അപ്പച്ചനെ എന്ന് കാണിച്ചാല്, ഹായ് അപ്പച്ച. അപ്പൻ അന്നേരം വെളിവും വെള്ളിയാഴ്ച ചെല്ലാതെ ആണ്ട വലന്ന് കിടക്കുന്ന. എങ്ങനെ ഗുണമാകും? ഞാൻ തമാശ പറഞ്ഞതല്ല. നീ കൊച്ചിനെ അവിടെ ഇട്ടേച്ച് നോക്കി. ഇത് തന്നെ അവൻ നിനക്ക് പ്രായമാകുമ്പോഴും. ഇനി മറുവശമുണ്ട്. ഇടയ്ക്ക് മാതാപിതാക്കള് കുഞ്ഞിലെ മരിച്ചു പോയ കുഞ്ഞുങ്ങളുണ്ട്. അപ്പനും അമ്മയും പിള്ളേരുടെ കൊച്ചിലെ അപ്പനും അമ്മയും കടന്നുപോയി. അമ്മ പ്രസവത്തോടു കൂടി അങ്ങനെയുള്ളവരുണ്ട്. അവർക്ക് ചിലപ്പം ഇത് കേൾക്കുമ്പം അങ്ങനെയുള്ളവർ നിരാശപ്പെടരുത്. അവരോട് കർത്താവ് പറഞ്ഞു, ഞാൻ അപ്പനും അമ്മയാ. അപ്പനും അമ്മയും വീടും തന്നങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. ഓ അപ്പനും അമ്മയും വീടും തന്നങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. ഓ പൈതൽ പ്രായം മുതൽ
ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. അതുകൊണ്ട് ബഹുമാന്യരായ സഹോദരിമാരോടും അമ്മമാരോടും ഒരു ദൈവദാസൻ എന്ന നിലയിൽ വചനത്തിന്റെ കൂടെ അടിസ്ഥാനത്തിൽ ഓർപ്പിക്കുക, കാശ് അല്പം കുറച്ച് മതി, പ്രൗഢിയും പത്രാസുമൊക്കെ കുറച്ച് മതി, കുഞ്ഞുങ്ങളെ ചേർത്തണച്ച്, അവരെ ചെറുപ്പത്തിലെ ചേർത്തണച്ച്. കാശിന് വേണ്ടി, അത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, കാശൊക്കെ ഈ ഭൂമി ജീവിക്കുമ്പോൾ വേണം. എന്നാലും കുഞ്ഞുങ്ങളല്ലേ വലുത്. അവർക്ക് ചെറുപ്പത്തിലെ ആത്മീക പാഠം കൊടുക്കണ്ടേ? വേണ്ടേ? കാശൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി. അവന് വേറെ പുസ്തകം കാണുന്ന ഇഷ്ടമല്ല. കാരണം അവനുമായിട്ടിരുന്ന് വേറെ പുസ്തകം വായിച്ച് പ്രാർത്ഥിക്കാൻ നേരം തള്ളക്ക് എന്നും തള്ള സൂചിയായിട്ട് ഓടി നടക്കുകയല്ലായിരുന്നോ? പിന്നെ കൊച്ചുങ്ങളുടെ സ്തോത്രം ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല ആ ഭാഗമൊന്നും. പക്ഷെ ഇവിടെ അബ്രഹാമിന്റെ വീട്ടിൽ ഇസ്ഹാക്കിന്റെ മുലുകുടി മാറിയ ശേഷം, നിങ്ങൾ വേദപുസ്തകം പഠിക്കുന്നവരല്ലേ, ഒരു ഉദാഹരണവും കൂടെ. അന്നാമ്മയ്ക്ക് കൊച്ചിനെ കിട്ടി, പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് കിട്ടിയതാ. അന്നായുടെ ചുണ്ട് അനങ്ങിയപ്പം ഏലി ചെന്ന് പറഞ്ഞു, നിന്റെ വീഞ്ഞ്. ഇയാൾക്ക് കണ്ണും കടയൊന്നും കാണാൻ മേലിലും അന്ന ചുണ്ടനക്കിയത് കണ്ടു. മുതുക്കനാ, പരുവക്കേടുവാ, കണ്ണും കടയൊന്നും. കാരണം ഏലിയുടെ കാഴ്ച മങ്ങി തുടങ്ങി. എന്നാൽ മൂലക്കിരുന്ന് അന്നാമ ചുണ്ടനക്കിയത് ഇയാള്. അങ്ങനത്തെ കുറെ കക്ഷികളുണ്ട്. ആവശ്യമില്ലാത്തെല്ലാം അനങ്ങുന്നതും പിടിക്കുന്നതെല്ലാം ഇവരിരുന്ന് ആട്ടെ. ഒടുവില് ഹന്ന പള്ളി പ്രാർത്ഥിച്ചു. ദൈവം ഇവളെ ഓർത്തു, ഒരു കുഞ്ഞിനെ കൊടുത്തു. അപ്പൊ എൽക്കാന പിന്നത്തേത് പറഞ്ഞു, അന്നാമേ നമുക്ക് പള്ളി പോയി പ്രാർത്ഥിച്ച് കിട്ടിയ കൊച്ചല്ലേ? അതെ. അപ്പൊ ഇതിന് പള്ളിക്ക് തന്നെ അങ്ങ് കൊടുക്കുക, ഇത് പള്ളിക്കൊച്ചായിക്കോട്ടെ, പള്ളിക്ക് കൊടുക്കുക. അപ്പൊ അന്നാ പറഞ്ഞു, അല്ലേലും ഇത് പള്ളിക്കുള്ളതാ, പക്ഷെ മുലകൂടി മാറിയിട്ട് കൊടുക്കാന്ന്. അങ്ങനെ പുസ്തകത്തി എന്നാ വല്ലച്ചാതി കൊടുത്തേര്, എനിക്ക് ഇച്ചിരി ആശ്വാസമാകുമല്ലോ. മുലകുടി മാറിയിട്ട് കുഞ്ഞുങ്ങൾ അങ്ങനെ വളരണം, കുഞ്ഞുങ്ങളെ അങ്ങനെ വളർത്തണം. നീ കാശുണ്ടാക്കാൻ ഇങ്ങനെ കാല് വന്ന നായ പോലെ ഓടുക. കാശുമല്ലായിട്ട് വീട്ടിൽ വരുമ്പോൾ കൊച്ചുങ്ങളാരും വീട്ടിലില്ല. ഇതല്ലേ പറ്റുന്നേ? ഇഷ്ടം പോലെ കാശുമായിട്ട്. എത്ര വർഷം ഉണ്ടായിരുന്നു അച്ചായനും അമ്മ? ഞങ്ങൾ 47 കൊല്ലം ഉണ്ടായിരുന്നു ഗൾഫിൽ. പിള്ളേർ, എൻ്റെ പാസ്റ്റർ, പിള്ളേരുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ. പിള്ളേരില്ലേ? പിള്ളേരൊക്കെ ഉണ്ട്, 4 എണ്ണം. എന്നാ അവര് വിളിക്കുന്നൊന്നുമില്ല. വസ്തുവൊക്കെ ഉണ്ട്, ഭർത്തോട്ടമൊക്കെ ഞങ്ങളുടെ. വീടുണ്ടോ? എന്നെ വിഷയം ഒരു ദിവസം പോലും ഉറക്കമില്ല. പാസ്റ്റർ പ്രാർത്ഥിക്കണം. മിക്കടത്ത് നടക്കുന്ന കാര്യമായി പറയുന്നു. ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്, ഗ്രാനൈറ്റ് മാർബിൾ, രാജസ്ഥാൻ മാർബിൾ ആകാശമുള്ള കാലത്ത് ഇറക്കിയത്, നല്ലത്. 2 വണ്ടിയും പോർച്ച് പുതപ്പിച്ചിട്ടിട്ടുണ്ട്. സമാധാന സ്വസ്ഥതയില്ലല്ലോ.
കുറച്ച് മതി. നിന്റെ കുഞ്ഞുങ്ങൾ നിന്റെ കൂടെ ദൈവസന്നിധി ഇരിക്കുകയും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും കൂടെ ഇരുന്ന് ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്താൽ അതേറ്റവും വലിയ ഭാഗ്യമാണ്. മക്കളെ യഹോവ തരുന്ന അവകാശം, ഉദരബലം ദൈവം തരുന്ന പ്രതിഫലം. ഈ ഇസഹാക്കിന്റെ മുലകുടി മാറിയപ്പോൾ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. ആ വിരുന്നിൽ വീട്ടിൽപ്പെട്ടവർ എല്ലാവരും സന്തോഷിച്ച് ആനന്ദിക്കുന്ന ആ സന്ദർഭത്തിൽ നിങ്ങൾക്കറിയാം, പെട്ടെന്ന് സാറ അബ്രഹാമിന് വിളിച്ച് പറഞ്ഞു, ചടങ്ങെല്ലാം ഇഷ്ടപ്പെട്ടു, നല്ല ഓർഡറായിട്ടാണ് പോകുന്നതെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്. എന്തുവാ? അവളെയും പൈതലിനെയും ഇനി ഇവിടെ നിർത്താൻ ഒക്കുകയല്ല, ഹാഗറിനെയും പൈതലിനെയും വെളിവിടണം. ഇനി ഇവിടെ ഒക്കത്തില്ല. കാരണം ഇതിനിടയ്ക്ക് ഈ പെണ്ണുങ്ങൾ രണ്ടും കൂടെ കയറി കൊമ്പ് കോർത്തായിരുന്നു, ഇല്ലേ? അങ്ങനല്ലേ? അയ്യോ, നിങ്ങൾ രണ്ടും കൂടെ കയറി കൊമ്പ് കോർത്തു. ഭയങ്കര പ്രശ്നം വീട്ടിലുണ്ടായിട്ട് ഒരു സ്ത്രീ ഹാഗർ നിറവയറോടുകൂടി ഓടി. പൂർണ്ണ ഗർഭവതിയായൊരു സ്ത്രീ വീട് വിട്ട് ഓടണമെങ്കിൽ ആ വീട്ടിൽ എന്ത് പ്രശ്നം നടന്നു നിങ്ങളൊന്ന് ചിന്തിച്ചേ. അതുപോലത്തെ പ്രശ്നം നടന്നിട്ടില്ലേ ഓടിയത്? അപ്പൊ ഇതിന്റെ എല്ലാം വെളിച്ചത്തില് ഹാഗാറ് ഇനിയും പൈതൽ ഇവിടെ നിൽക്കാനൊക്കത്തില്ല. സാറ അബ്രഹാമിനോട് പറഞ്ഞു, ഇവിടെ പൈതലിനെയും വീടിന് വെളിയിൽ വിടണം, ഇവിടെ നിർത്താനൊക്കത്തില്ല. അബ്രഹാം ധർമ്മസങ്കടത്തിലായി. എന്തായാലും പെട്ടെന്ന് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായി. അതിന്റെ വെളിച്ചത്തിൽ അബ്രഹാം, അതാണ് നമ്മൾ വായിച്ചത്, അധികാലത്ത് എഴുന്നേറ്റ് ഒരു തുരുത്തി വെള്ളവും അപ്പവും എടുത്ത് ഹാഗറിന്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്ത് അവളെ പറഞ്ഞയച്ചു. അതാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്ന് നടക്കുകയാണ്. ശ്രദ്ധിക്കുക, ബേർശേബ മരുഭൂമിയിൽ അലഞ്ഞ് ഉഴന്ന് നടക്കുന്ന ഒരു സഹോദരി, ബേർശേബ മരുഭൂമിയിൽ വളരെ ഭാരത്തോടെ യാത്ര ചെയ്യുന്ന ഒരു സഹോദരി, തന്റെ തലമുറയാകുന്ന ഇശ്മയിലിന്റെ കൈക്ക് പിടിച്ച് അതിവേദനയോടെ യാത്ര ചെയ്യുന്ന ഒരു മാതാവ്. അതാ ഞാൻ പറഞ്ഞ സാഹചര്യം നോക്കിയാൽ ഹാഗാർ ഇങ്ങനെ അലഞ്ഞ് ഉഴന്ന് നടക്കേണ്ടവളല്ല. പക്ഷെ ഇപ്പോൾ സാഹചര്യം അങ്ങനെ ആയി. ഇനി തന്റെ ആകെ പ്രതീക്ഷ ഈ തലമുറയാ, ഇശ്മായേല. അബ്രഹാമിന്റെ വീട്ടിൽ നിൽക്കാനൊക്കത്തില്ല, ഇശ്മായേല തന്റെ പ്രതീക്ഷ. നമുക്കറിയാം, മരുഭൂമി യാത്ര, ഉഷ്ണക്കാറ്റുകൾ, ചൂടേറിയ അനുഭവങ്ങളാണ്, ചുട്ടുപൊള്ളുന്ന വിഷയങ്ങൾ. അങ്ങനെ ഈ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുക. അല്പം കഴിഞ്ഞപ്പോൾ അബ്രഹാം കൊടുത്ത വെള്ളം തീർന്നു, അപ്പക്കഷണങ്ങളും തീർന്നു, അപ്പവും വെള്ളവും തീർന്നു എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഉപജീവനത്തിന്റെ വഴി അടഞ്ഞു. ഉപജീവനത്തിന്റെ വഴി അടഞ്ഞു. ഇനി ആകെ കൂടെ പ്രതീക്ഷ ഇശ്മായേല. നമുക്കറിയാം, ഇങ്ങനെ വായിക്കുമ്പോൾ അല്പം കൂടെ കഴിഞ്ഞപ്പോൾ ഇശ്മായേലും കുഴയാൻ തുടങ്ങി. അപ്പമില്ലാതെ വെള്ളമില്ലാതെ ചൂടേറിയ അനുഭവങ്ങൾ കൂടി യാത്ര ചെയ്ത് ഇശ്മായേല് മരണവപ്രാളം കാണിക്കാൻ തുടങ്ങി. തന്റെ ആകെ പ്രതീക്ഷ കുട്ടിയും മരണവപ്രാണം കാണിച്ച് ഹാഗറിന് മനസ്സിലായി കുട്ടിയും മരിക്കാൻ പോവുക. നാം ഇങ്ങനെ വായിക്കുന്നു, ഇശ്മായേൽ മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഇശ്മായേലിനെ ഒരു കുറുങ്കാട്ടിൽ മാറ്റി ആ മരുഭൂമിയിലേക്ക് മാറ്റി ഇട്ടതിന് ശേഷം ഹാഗാർ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. ഇശ്മായേൽ മരിക്കുമെന്ന് ഉറപ്പായി. മരുഭൂമിയിൽ ഒരു കുറുങ്കാട്ടിൽ കുട്ടിയെ മാറ്റിയിട്ട ഹാഗാർ ദൈവത്തോട് നിലവിളിച്ചു. ഇങ്ങനെ ചിന്തിക്കുക, മരുഭൂമിയിൽ നിലവിളിക്കുന്ന ഹാഗാർ, അല്ലെങ്കിൽ മരുഭൂമിയിൽ നിലവിളിക്കുന്ന ഒരു സഹോദരി, മരുഭൂമിയിൽ കരയുന്ന ഒരു മാതാവ്, മരുഭൂമിയിൽ കരയുന്ന ഒരു സഹോദരി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഈ മരുഭൂമി യാത്രയിൽ ഞരങ്ങുന്ന, കരയുന്ന, ഭാരപ്പെടുന്ന ചിലർ കാണും. വിശേഷിച്ച് തലമുറകളുടെ വിഷയത്തിൽ ഞരങ്ങുന്നവർ കാണാം. തലമുറകളുടെ ഭാവി എന്താകുമെന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടുന്നവർ ഇതിനകത്ത് കാണാം. അല്ലെങ്കിൽ ദൂരത്തിന് തന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. ഉപജീവനത്തിന്റെ വഴികളെല്ലാം അടഞ്ഞ്
നാളെ ഇനി എന്താകുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നവരും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർ ഇന്ന് രാത്രി നിരാശപ്പെട്ടു പോകരുത്, പതറരുത്. ഇന്ന് രാത്രി വചനത്തിൽ കൂടെ നിന്നോട് അറിയിപ്പാൻ ദൂതുണ്ട്. Praise the Lord. ഒരു പക്ഷേ ശത്രു അടച്ചതായിരിക്കാം വഴികൾ, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ പ്രാരാബ്ദം കൊണ്ട് വന്നതായിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ വന്നതായിരിക്കാം. എന്തുമാകട്ടെ, ഉപജീവനത്തിന്റെ വഴികൾ അടയ്ക്കപ്പെട്ട് തലമുറയുടെ ഭാവിയോർത്ത് ഞരങ്ങി ഭാരപ്പെടുന്നവരോട് ഇന്ന് രാത്രി ദൈവത്തിന് ദൂതറിയിപ്പാൻ വചനത്തിൽ കൂടെ ഉണ്ട്. Praise the Lord. Praise the Lord. നമ്മുടെ വിഷയവും മരുഭൂമിയിൽ എന്തുണ്ടെന്നുള്ളതാ. അധികം വിവരിക്കുന്നില്ല. ആ മരുഭൂമിയിൽ കരയുന്ന ഹാഗാർ, നിലവിളിക്കുന്ന ഹാഗാർ, ഞരങ്ങുന്ന ഹാഗാർ, കുട്ടിയുടെ മരണം കാണുവാൻ കഴിവില്ലാതെ കുട്ടിയെ ദൂരത്ത് കുറുങ്കാട്ടിൽ മാറ്റിക്കിട്ട് മരുഭൂമിയിൽ ഹാഗാർ ദൈവത്തോട് നിലവിളിക്കുക. ഇങ്ങനെ ഭാരത്തോടെ നിലവിളിക്കുന്നത്. ഇത് രാത്രി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞരങ്ങുന്ന മാതാക്കൾ കാണും, പിതാക്കന്മാർ കാണാം. നിരാശപ്പെട്ടു പോകരുത്. നമ്മുടെ വിഷയം മരുഭൂമിയിൽ എന്തുണ്ടെന്നുള്ളതാ. വായിച്ചേ, മരുഭൂമിയിൽ എന്തുണ്ട്. അതിന്റെ 19-ാമത്തെ വാക്യം വായിച്ചേ മോള്. 21-ന്റെ 19-ാമത്തെ വാക്യം മൈക്ക് കൂടെ വായിച്ചേ മോളെ. മൈക്ക് കൂടെ വായിക്കും. മൈക്ക് എന്തിനാ ഞാൻ തന്നത്? മൈക്ക് കൂടെ എന്നറിയാം. മൈക്ക് ഇങ്ങോട്ട് നിൽക്കാം. മൈക്ക് കൂടെ വായിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇവിടെ കേൾക്കാം. ദൂരത്ത് 100 പേരെങ്കിലും കാണും. എത്ര പേരുണ്ട്? 260 പേര് ലൈവിലുണ്ട്. അപ്പൊ അവർ കൂടെ കേൾക്കാൻ വേണ്ടിയായി മൈക്ക് കൂടെ മൈക്ക് കൂടെ വായിക്കാമോ? 19 വായി. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ കണ്ടു. അവളൊരു നീരുറവ കണ്ട് ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. മതി. ഇന്ന് രാത്രി നമ്മുടെ വിഷയം മരുഭൂമിയിൽ എന്തുണ്ടെന്നുള്ളതാ. കരകുന്ന, നിലവിളിക്കുന്ന, ഭാരപ്പെടുന്ന, ഞരങ്ങുന്ന, ഉപജീവനത്തിന്റെ വഴികൾ അടഞ്ഞല്ലോ, എന്തായിത്തീരും, എങ്ങനായിത്തീരുമെന്ന് ചിന്തിക്കുന്ന, തലമുറകളുടെ ഭാവിയോർത്ത് ഞരങ്ങുന്നവരോട് ഇന്ന് രാത്രി വചനത്തിൽക്കിടെ ദൂത് പറയാൻ. മരുഭൂമിയിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി പറയാം. കരയുന്ന, നിലവിളിക്കുന്ന, ഞരങ്ങുന്ന ദൈവത്തിന്റെ പൈതലിനോട് പറയട്ടെ, ഒന്ന്, മരുഭൂമിയിൽ സർവജ്ഞനായ ദൈവത്തിന്റെ കരുതലുണ്ട്. ഈ മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. നിനക്ക് വേണ്ടി കരുതുവാൻ, നിന്റെ കുടുംബത്തിന് വേണ്ടി കരുതുവാൻ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുവാൻ, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കരുതുവാൻ, നിന്റെ ഭാവിക്ക് വേണ്ടി കരുതുവാൻ, നിന്റെ ജീവിതത്തിന് വേണ്ടി കരുതുവാൻ, നിനക്ക് വേണ്ടി കരുതുവാൻ ദൈവത്തിന്റെ കരുതലുണ്ട്. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ജയം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. മകളെ, വലിയ വലിയ വിഷയത്തിനൊക്കെ ഞാൻ പരിഹാരം തന്നെങ്കിൽ ചെറിയ വിഷയങ്ങളുടെ മേലും എൻ്റെ ജനം പതറരുത്. അക്കമിട്ട് 1, 2, 3 എന്നതുപോലെ അക്കമിട്ട് മറുപടി നൽകുവാൻ വിശ്വസ്തനായ ദൈവമെന്ന് ഇന്ന് രാത്രി മർമ്മമായ ദൂത് നിന്നോട് പറയുകയാണ്. നീ അത്ഭുതം കണ്ടവളാണ്, വിടുതലുകൾ കണ്ടവളാണ്. യഹോവ നല്ലവണ്ണം രുചിച്ചറിഞ്ഞതാണ്. വീട്ടിൽ വിലാപ പന്തല് പോലും ഇട്ട് അയ്യമ്പിളിയും മുറവിളിയും നിലവിളിയും ഉയർത്തുവാൻ വൈരി വാടകോരിയ രംഗങ്ങളിൽ അവൻ വിടുതൽ തന്നെങ്കിൽ ഇനിയുള്ള വിഷയത്തിനും നീക്കുപോക്കും വിടുതൽ നൽകുവാൻ ഞാൻ ശക്തനെന്ന് ഇന്ന് രാത്രി ഉറച്ച് നീ ധൈര്യപ്പെടുവാൻ ദൈവാത്മാവ് ദൂത് പറയുക.
ഞാൻ മരുഭൂമിയിൽ വഴിയൊരുക്കുന്ന ദൈവമാണ്. ഞാൻ തുറക്കും, ആരും അടയ്ക്കത്തില്ല. ഞാൻ അടയ്ക്കും, ഓരോരുത്തരും തുറക്കത്തില്ല. എന്റെ വചനത്തിലും ആത്മാവിലും ബലപ്പെട്ട് ഓരോ സ്റ്റെപ്പും വയ്ക്കുവാൻ ഇന്ന് രാത്രി മർമ്മമായ ദൂത് പറയുകയാണ്. ചില വിഷയത്തിൽ അകന്നും ഒഴിഞ്ഞും മൗനം ദീക്ഷിച്ചും എല്ലാത്തിനും മറുപടി പറയരുത്, എടുത്തിയാടി ഉത്തരം കൊടുക്കരുത്, എടുത്തിയാടി മറുപടി പറയരുത്. കഴിഞ്ഞ നാടുകളിൽ എടുത്തിയാട്ടത്തിന്റെ കെടുതികൾ അനുഭവിച്ച ജനമാ. ആകയാൽ ആലോചനാ സഭയിൽ ഇരുന്ന് ആലോചന പ്രാപിച്ച് ഓരോ സ്റ്റെപ്പും വയ്ക്കുവാൻ ഇന്ന് രാത്രി മർമ്മമായ ദൂത് പറയുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയം. Praise the Lord. കരകുന്ന, നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് ഇന്ന് രാത്രി പറയട്ടെ, ഒന്ന്, മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. നിനക്ക് വേണ്ടി കരുതുവാൻ, നിന്റെ കുടുംബത്തിന് വേണ്ടി കരുതുവാൻ, നിന്റെ ഭാവിക്ക് വേണ്ടി കരുതുവാൻ, നിന്റെ സന്തതിക്ക് വേണ്ടി കരുതുവാൻ ദൈവം ഇന്ന് രാത്രി അടയാ ധനയാ രഗതേ വൈശസ് കൈഡല ബടബല ദീവരബടബല വിരിവിരിവികബല ഹർത്തൽ കടകല ഐശസ് കൈഡല എല്ലാ പോരികൾ അടിയട്ടെ, എല്ലാ ബന്ധനങ്ങൾ ഇന്ന് രാത്രി അടിയട്ടെ. ശൈതൽ കബല ബടബല ദീവരബടബല ബദല ഹർത്തൽ വിരിച്ചുടാ രഹസ്യ വളരെ ഭയങ്കരന്മാരുടെ ചീറ്റിൽ മതിലിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ എളിയവർക്ക് കച്ചത്തി കോട്ടയും ഉഷ്ണത്തി തണലും കൊടുങ്കാറ്റി ശരണമാണ്. യെശയ്യാപ്രവചനം 54:13 മർമ്മമായ ദൂതാണ്. എന്റെ ജനം ധൈര്യപ്പെടട്ടെ, ബലപ്പെടട്ടെ. വാഗ്ദത്തങ്ങൾ നിന്നോടുണ്ട്, കുടുംബത്തോടുണ്ട്. ചില വാഗ്ദത്തങ്ങൾ നിറവേറി, ഇനിയും ചില വാഗ്ദത്തങ്ങൾ നിറവേറുവാനുണ്ട്. വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് എന്റെ ജനവും ജാഗരിക്കുക. വിശ്വാസത്താൽ വാഗ്ദത്തം പ്രാപിച്ചു. അല്ലെ, വൈരിയുടെ തന്ത്രങ്ങൾ പല നിലകളിലാണ്. അരമണിക്കൂർ പ്രാർത്ഥിക്കാൻ വേറിട്ടിരുന്നാൽ 10 മിനിറ്റ് പോലും ഏകാഗ്രതയോടെ ഇരുത്താത്ത വിധത്തിൽ വിഷയങ്ങൾ, സംഭവങ്ങൾ ജനത്തിന് നേരെ അമ്പ് തൊടുത്തു വിടുന്നത് പോലെ വന്ന് എന്റെ ജനത്തെ ഒതുക്കുവാൻ നോക്കുന്ന ശക്തികളുണ്ട്. വിശേഷിച്ച് ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. തെള്ളി തറയിലിടുവാൻ, അഡ്മിറ്റാക്കുവാൻ, ചില ഓപ്പറേഷന് പോലും വിധേയപ്പെടുത്തത്തക്ക വിധത്തിൽ വൈരി അണിയറകളിൽ അതിന്റെ തന്ത്രങ്ങൾ ഒരുക്കുന്നുണ്ട്, കാര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ശാസിച്ചും പ്രാർത്ഥിച്ചും ആരാധിച്ചും എന്റെ ജനം അതിനെ ജയിക്കുവാൻ ദൈവകൃപ, 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 ദൈവകൃപ. ഉദരാ ജലാധര വൈഡപരപടപല ധീരപരവക്ഷസ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. മരുഭൂമിയിൽ എന്തുണ്ട്? ഒറ്റവാക്കിൽ മറുപടി പറയാൻ കരയുന്ന, നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഒന്ന്, മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. ഹല്ലേലൂയ. ഈ സകലതും കരുതി ഒരുക്കി വെച്ചാ ദൈവം നമ്മെ വിളിച്ചിറക്കിയത്. മുഴുവൻ കേസ് ഒരുക്കി വെച്ചാ. ഉദാഹരണം, 5 ദിവസം കൊണ്ട് ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. 5 ദിവസം കൊണ്ട് ഈ കാണുന്ന സകല അണ്ടകടാകത്തെയും ബ്രഹ്മാണ്ട കോടിനാണ്ടത്തെയും നക്ഷത്ര സഞ്ചയങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും ആകാശത്തെയും ഭൂചര കേചര വസ്തുക്കളെയും എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുള്ളതും ഭൂമിയിലുള്ളതും പറവ എന്ന് വിട്ട മുഴുവൻ ദൈവം സൃഷ്ടിച്ചു 5 ദിവസം കൊണ്ട്. എന്നിട്ട് 6-ാം ദിവസം വാ തുറന്ന് പറ. 6-ാം ദിവസം
ഓ, നിങ്ങൾക്കത് വലിയ താല്പര്യം തോന്നിയില്ലായിരിക്കും. 6-ാം ദിനത്തിൽ ആത്മപാപം പ്രമാണമാക്കി നേരായി ചമച്ചതിൻ്റെ രൂപം. അതിൻ്റെ ശേഷം ശ്രദ്ധിക്കുക, 5 ദിവസം കൊണ്ട് ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. എന്നിട്ട് തന്നെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനെ, മണ്ണുകൊണ്ടാന്നേ, ഇരിപ്പ് കണ്ട കരിങ്കല്ല് കൊണ്ട് കട്ടിക്കിടിച്ചാൽ പോലും ഒന്നാണ്. പള്ളിക്കൂടത്തിൽ പണ്ട് പഠിപ്പിച്ചത് കുരങ്ങ്, അങ്ങനല്ലേ, എന്തോ സിദ്ധാന്തം ആരുടെയാ? ഡാർവിൻ്റെ. കുരങ്ങൊന്നും അല്ല. കുരങ്ങിപ്പോഴും കുരങ്ങായി തന്നെയാണല്ലോ ഇരിക്കുന്നത്. കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതാണ്. ഇന്ന് കുരങ്ങ് കാണരുതല്ലോ. സ്തോത്രം. കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതൊന്നും അല്ല. ദൈവം തമ്പുരാൻ മണ്ണുകൊണ്ട് മനുഷ്യനെ മെടഞ്ഞതാണ്. പിന്നെ ചിലയിടത്ത് യോഗത്തിനൊക്കെ ചെന്ന് ചിലരുടെ നോട്ടോ ഇരിപ്പ് കാണുമ്പം ചിലപ്പോൾ തോന്നാറുണ്ട് ഡാർവിൻ പറഞ്ഞത് തന്നെ. നോട്ടോ ഇരിപ്പും കാണുമ്പോൾ അറിയാം. അപ്പൊ ശ്രദ്ധിക്കുക, അപ്പോൾ ഇത് കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതല്ല. സ്വർഗത്തിലെ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. തനിയേ ഇരിക്കുന്ന ആദമിന് തക്ക തുണ കൊടുക്കാൻ വേണ്ടി ദൈവം ആദമിന് ഗാഠനിദ്ര, ദീർഘനിദ്ര വരുത്തി ആദമിന്റെ പാർശ്വഭാഗത്തിൽ നിന്ന് ഒരു വാരിയലെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച് മാത്രമല്ല, ഇവർക്ക് വേണ്ടി ദൈവം ഒരു തോട്ടവും കൂടെ ഒരുക്കി. ഏതിന് കിഴക്ക്? അവർക്കൊരുക്കിയത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് വലിയ താല്പര്യമില്ലാതെ. സ്തോത്രം.
തോട്ടം എന്ന് പറഞ്ഞാൽ വളരെ എല്ലാം കൊണ്ടും നിറഞ്ഞ സുന്ദര സുലഭലമായൊരു തോട്ടം. ദൈവത്തിന്റെ കരുതലായി പറയുന്നു. സ്തോത്രം. സാറ് കൊടുത്തിരിക്കുന്നത് ശീതളോദ്യാനം പോലെ നല്ല സുന്ദരമായ തോട്ടമായിരുന്ന മരുവിൻ നടുവിലെ ശീതളോദ്യാനം പോലെ, ആംഗലേയ ദ്വീപ് പോലെ, അങ്ങനെയൊക്കെ നല്ല പ്രയോഗമാണ് കൊടുത്തിരിക്കുന്നത്. ആ തോട്ടത്തിനകത്ത് കൊടുത്തിരിക്കുന്ന പ്രയോഗം ചുമ്മാസം ഇവിടെ ഇരുന്നു. അപ്പൊ അമ്മാമ്മയ്ക്ക് അല്ല, അമ്മാമ്മ ഇങ്ങനെ ചരിഞ്ഞ് നോക്കി കിടന്ന് പുഴയ. അപ്പൊ നല്ലൊരു തോട്ടം. ആ തോട്ടം ഇങ്ങനെ കേരവും ഗംഭീരവും ഇതലും കരിപ്പുളി പേരയും നാഗരംഗമാകന്തം മാതുളങ്കം ആമ്രങ്ങളാമ്രാതകം ചെത്തിയും അതിവൃക്ഷം കമ്രമാം താത്രി താലജാലങ്ങൾ പീലുകളും പീലും കാപ്പി. ഏതൻ തോട്ടത്തിൽ കാപ്പി കുടിക്കാതുള്ള ഇരിക്കുകയല്ലായിരുന്നു. കാപ്പി കൊണ്ടായിരുന്നു. സാറിന്റെ ഭാഷ്യമാണ്. കേരവും ഗംഭീരവും ഈന്തലും കരിമ്പുളി വേരയും നാഗരംഗമാകന്തം മാതുളങ്കം. തെങ്ങൊക്കെ ഉണ്ടായിരുന്ന ഏതൻ തോട്ടത്തില് ജോലിയൊക്കെ കഴിഞ്ഞ് ആദാം വന്ന് ഒരു കരിക്ക് ന്യായമായിട്ട് അനുമാനിക്കാം. സാറിന്റെ ഭാഷ്യം കേരം ഉണ്ടായിരുന്നു, ഗംഭീരം ഉണ്ടായിരുന്നു, ഈന്തല് കരിമ്പുളി നാഗരംഗം ആകന്തം ആതുളങ്കം തേന്മാവും മാതളവും ചെറുനാരകവും കമ്പിളിനാരകവും അല്ലെ ഏതൻ തോട്ടത്തിലുണ്ടായിരുന്നത്. കേരവും ഗംഭീരവും ഈന്തലും കരിമ്പുളി വേരയും നാഗരംഗമാനന്ദം മാതുളങ്കം ആമ്രങ്ങളാമ്രാതകം ചെത്തിയും അതിവൃക്ഷം കമറമാന്താത്രി താലജാലങ്ങൾ വീലുകളും വീലുകാപ്പി. ഗന്ധപുഷ്പങ്ങളേക്ക് നല്ല മണമുള്ള പുഷ്പങ്ങള്, ഗന്ധപുഷ്പങ്ങളേക്കും ജാമ്പകം ബഹളവും ഗന്ധമോക്ഷവും മോക്ഷദ്രമവും സപ്തക്ഷതം സപ്തം ഏഴ് ക്ഷതം പാല ഏഴിലം പാല ഏതൻ തോട്ടത്തിലുണ്ടായിരുന്നു. സപ്തക്ഷതം ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബെറി നെല്ലിക്ക. അപ്പൊ ആപ്പിള് അത് പറഞ്ഞപ്പോ അവൻ ശ്രദ്ധിച്ചു. ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബെറിയും ആപ്പിൾ വൃക്ഷമേവം ദൃഷ്ടിക്ക് രമ്യങ്ങളും ഭക്ഷ്യതങ്ങളുമായ സസ്യകുൽമാദികളാൽ അക്ഷയമായ കാന്തി വിലതുന്നാലാമത്തിൽ വെള്ളരി മുതലായ വല്ലികൾ പ്രഫുല്ലമായ നല്ലൊരു കാന്തിയോടും ദിവ്യം പക്കത മൂലം ശോഭിച്ചു ചെമ്പൂക്കളാൽ വനദീപികയേറ്റും ശ്രീപരമാർന്ന രക്തപുഷ്പങ്ങൾ മന്ദാരവും ഇതെല്ലാം എന്തോ നല്ല സുന്ദര. സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗമൊക്കെ നല്ല താമരത്തണ്ടുകൾ കൊത്തി തിന്നവടെ ശോഭസുന്ദരങ്ങളായ പക്ഷികളോടും കർണമാധുര്യമാം അർണസിൽ ചലിക്കുന്ന മല്ലികാക്ഷങ്ങളെല്ലാം ജങ്കാരം ചെയ്തുകൊണ്ട് വണ്ടുകൾ അങ്ങനെയും ഇതെല്ലാം ഏതെന്ന് അത്ര സുന്ദര സുലഭലമായ തോട്ടം. നമുക്ക് എല്ലാം ചൊല്ലാനും എടുക്കാനും നേരമില്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ചൊല്ലിയിട്ടും വലിയ കാര്യവും അതെ. ഞാനിങ്ങനെ ജാതം പിടിച്ചു. അപ്പൊ എന്തായാലും 5 ദിവസം കൊണ്ട് ഈ കാണുന്ന സകലത്തെയും ദൈവം സൃഷ്ടിച്ച് 6ാമത്തെ ദിവസം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മണ്ണുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ചേച്ച് ദൈവം മനുഷ്യനോട് പറയാ, തന്റെ സൃഷ്ടിയുടെ മണിമുകുട്ടമായ മനുഷ്യനോട് പറയാ, പിന്നെ ഈ കാണുന്നതെല്ലാം നിനക്കുള്ളതാണ്. ഈ കാണുന്നതെല്ലാം എല്ലാം നിനക്കുള്ളതാണ്. അടക്കി ഭരിച്ചോണം, ആവശ്യത്തിന് കഴിച്ചോണം. അടക്കി ഭരിക്കണം, ആവശ്യത്തിന് കഴിക്കണം. ഇത് മുഴുവൻ നിനക്കൊള്ളാം. അതൊക്കെ വേറെ കേസാ. നിങ്ങൾ രണ്ടടിക്കുന്നോ? ഒന്നും വിഷയമല്ല. നമ്മളിവിടെ ശ്രദ്ധിക്കുക. ഒക്കെ വേറെ കേസുകളാണ്. അപ്പൊ വിവറയാന്നവിടെ പിന്നെ എന്ത് അച്ചടക്കത്തോടെ നിന്നാ മേടിക്കുന്നത്? പിന്നെ ഇവിടെ അച്ചടക്കം ഇല്ലാത്തത് നല്ല ലൈനായിട്ട് നിന്നാ ഇങ്ങോട്ട് ശ്രദ്ധിച്ച്. അപ്പോൾ തമ്പുരാൻ ആദമിനോട് പറഞ്ഞു, ഇത് മുഴുവൻ നിനക്കുള്ളതാണ്. നീ അടക്കി ഭരിക്കണം, എല്ലാം ആവശ്യത്തിന് ഭക്ഷിച്ചോണം എന്ന് പറഞ്ഞാൽ തന്റെ സൃഷ്ടിയുടെ മണിമകുടമാകുന്ന ആ മനുഷ്യനോട് ദൈവം പറയാ,
നിനക്കുള്ളതെല്ലാം ഞാൻ ആദ്യം കരുതി ഒരുക്കി വെച്ചാ നിന്നെ സൃഷ്ടിച്ചേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആദി മാതാപിതാക്കളാകുന്ന ആദമിനും ഹവ്വയ്ക്കും വേണ്ടതെല്ലാം 5 ദിവസം കൊണ്ട് ദൈവം തമ്പുരാൻ മുഴുവനെ സൃഷ്ടിച്ച് കരുതി ഒരുക്കി വെച്ചാ ദൈവം ഇവരെ സൃഷ്ടിച്ചത്. എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചാ ദൈവം നിന്നെ വിളിച്ചിറക്കിയത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടതെല്ലാം ദൈവം ഒരുക്കി വെച്ചാണ് നിന്നെ വിളിച്ചിറക്കിയത്. സ്തോത്രം. സകലതും ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നൊരു കാര്യം, നീ അങ്ങ് ഇറങ്ങിയാ മതി. അന്നേരം പറഞ്ഞ പക്ഷെ അങ്ങനെ പെട്ടെന്നൊന്നും ഇറങ്ങാൻ ഒക്കത്തില്ല. ഞങ്ങളുടെ കുടുംബക്കാരെന്ന് പറഞ്ഞാൽ ഈ പുനലൂര്, നിന്റെ കുടുംബത്തിന്റെ വിയേഴ ഒന്നും പറയാതിരിക്കുന്നതാ. പുറകോട്ട് ഒത്തിരി വിശേഷമൊന്നും ചകയാതിരിക്കുന്നതാ. വല്ലവും പ്രശംസിപ്പാനുണ്ട് കാൽവരി ക്രൂശില. ജ്ഞാനി തന്നെ ജ്ഞാനത്തിലും, ധനവാൻ തന്നെ ധനത്തിലും, ബലവാൻ തന്നെ ബലത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നതിന് യഹോവയിൽ പ്രശംസിക്കേ. ഒരു ദൈവവൈദ്യന് വല്ലവും പുകഴാനുണ്ട് കാൽവരി ക്രൂശില. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അതിലെ ജഡത്തിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒത്തിരി വകയുള്ളവനാ. 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ ബെന്യാമീൻ ഗോത്രജൻ ഇസ്രായേൽ ജാതിക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ, ശുഷ്കാന്തി നിമിത്തം സഭയെ കണ്ടമാനം ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ, മാത്രമാണോ ഗമാലിയലിന്റെ പാരപടത്തിൽ ഇരുന്നവൻ, 10-14 ലേഖനം എഴുതി പിന്നത്തേതിൽ അവൻ, മാത്രമല്ല കപ്പലുടമസ്ഥന്റെ മകന്, കപ്പലുണ്ടായിരുന്ന കപ്പലുടമസ്ഥന്റെ മകനായിരുന്ന, മാത്രമാണോ ആമ യഹൂദ മതത്തിന്റെ എരിവുള്ള വ്യക്തി, മാത്രമല്ല മതഭ്രാന്തി കയറിയവൻ, തീർന്നില്ല റോമ പൗരത്വം. അത് കാശ് കൊടുത്ത് മേടിച്ചതല്ല, ജന്മനാ കിട്ടിയതാണ്. സ്തോത്രം. ഇത്രയേറെ ക്വാളിറ്റി. ആമ സന്നിധി സംഘത്തിലെ അംഗം. ന്യായപ്രമാണം നന്നായിട്ട് അരച്ച് കലക്കി പഠിച്ചു കുടിച്ചതിന്റെ വള്ളിയും കുത്തും വിസർഗം കോമായി ഒന്നും തെറ്റാതെ കീറുകൃത്യ അറിയാവുന്ന ശ്രേഷ്ഠൻ. പക്ഷെ അദ്ദേഹം ആമ ഡമസ്കസിന്റെ പടിക്ക വെച്ച് നസറായനാകുന്ന യേശുവിനെ കണ്ടതിന് ശേഷം പറയുക, എനിക്കോ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കാൽവരി ക്രൂശിൽ കാണൂ സ്നേഹത്തിൻ പൂർണ്ണത. ശത്രുവാം എന്നെ ദൈവം മിത്രമാക്കിയേ. കാൽവരി ക്രൂശിൽ കാണൂ സ്നേഹത്തിൻ പൂർണ്ണത. ശത്രുവാം എന്നെ ദൈവം മിത്രമാക്കിയേ. രക്തം ചിന്തി യേശു എന്നെ രക്ഷിപ്പാനാ. നമുക്ക് വല്ല പുകഴാനുണ്ട് കാൽവരി ക്രൂശില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ഇതെന്തോ ഹല്ലേലൂയ. ഇനിയിപ്പോ 5-8 മിനിറ്റ് ഉള്ളു മതി. അപ്പൊ ശ്രദ്ധിച്ചേ, നമുക്ക് വല്ല പുകഴാനുണ്ട് കാൽവരി ക്രൂശില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ആദമിനും ഹവ്വയ്ക്കും വേണ്ടതെല്ലാം ദൈവം തമ്പുരാൻ കരുതി ഒരുക്കി വെച്ചാ ഇവരെ സൃഷ്ടിച്ചത്. എനിക്കും നിങ്ങൾക്കും വേണ്ടതെല്ലാം ഒരുക്കി വെച്ചാ ദൈവം നിന്നെ വിളിച്ചിറക്കിയത്. അതുകൊണ്ട് ഈ മാർഗത്തിൽ വന്ന നീ പിള്ളേരുടെ കല്യാണം എങ്ങനെ നടക്കുമെന്ന് ഓർത്ത് പാരപ്പെടുമെന്നും
മമ്മി ഞങ്ങൾക്ക് വരണമെന്നുണ്ട്, പിന്നെ മോള് പ്രായമായി, കല്യാണം ഉള്ള 2, 3 കെട്ടുന്നവരെന്ന്. പിന്നെ സ്തോത്രം, അത് വേറൊരു വിഷയം, പോട്ടെ. നിനക്ക് വേണ്ടതെല്ലാം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ അങ്ങ് ഇറങ്ങിയാ മതി. സകലനും കരുതി ഒരുക്കി വെച്ചാ ദൈവം വിളിച്ചിറക്കിയത്. സ്തോത്രം, സ്തോത്രം. നമുക്ക് വേണ്ടതെല്ലാം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സർവ്വതും ദൈവം ഒരുക്കി വെച്ചിരിക്കുക. ഞാൻ അധികം വിവരിക്കുന്നില്ല, ഭാരപ്പെടുകയൊന്നും ചെയ്യരുത്. ഈ നമ്മുടെ ഈ പരിതാപവും പണ്ടപ്പരപ്പും ഒന്നും ആരോടും പറയാതിരിക്കുന്നതാ കഴിവിന്റെ പരമാവധി നല്ലത്. ആൾക്കാരെല്ലാം ചേച്ചി പറയാം, അങ്ങനെ അയ്യോ ഇങ്ങനെയൊക്കെ മോന്ത കോട്ട് വന്നല്ലാതെ നിനക്ക് ഗുണമൊന്നും വരികയില്ല. അതുകൊണ്ട് നീ ആരോടും ഒന്നും പറയാതെ ആരുമില്ലാത്തപ്പോ മുഴങ്കാലിരിക്കണം. നിന്നെ വിളിച്ചിറക്കിയ ദൈവത്തോട് കാര്യം പറയണം. സ്തോത്രം, ദൈവത്തോട് കാര്യം പറയണം. പ്രൈസ് ദി ലോർഡ്. പിന്നെ ദൈവത്തോട് കാര്യം പറയുന്നത് വേറെ ആരും അറിയുകയും വേണ്ട. ഭർത്താവിനോടും പറയണ്ട, ഭർത്താവ് ഭാര്യയോടും പറയണ്ട, പിള്ളേരും പറയണ്ട, മാതാവ് അന്യോന്യം ഒന്നും പറയണ്ട, ദൈവം അറിഞ്ഞാൽ മതി. അമ്മായിയമ്മ മരുമകളോട് പറഞ്ഞു, മോളെ ഇന്ന് രാത്രി ബോവസ് കളത്തിൽ യവം തൂറ്റുന്നുണ്ട്, നീ കുളിച്ച് വസ്ത്രം മാറി തൈലം പൂശി കളത്തിൽ ചെല്ലണം. കളത്തിൽ ചെല്ലണം. നല്ല മരുമകൾ അമ്മായിയമ്മയെ ബഹുമാനവും അനുസരണവും ഉള്ള, അല്ല ചരവത്തടി അടിച്ച് അമ്മായിയമ്മയുടെ തലക്കടിച്ച് പൊട്ടിച്ച് ഇപ്പൊ ശുശ്രൂഷ ചെയ്ത് നടക്കുകയല്ല. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ആധാരാണ്, അതൊക്കെ ഉണ്ട് കേസുകൾ. ചരവത്തടിക്ക് അമ്മായിയമ്മയുടെ തലക്കെട്ട് അടിച്ചു, എന്നിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെ ശുശ്രൂഷയ്ക്ക് പോയി. ഇപ്പോഴും ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അമ്മായിയമ്മ ഏതാ, ചെരുവത്തടിക്ക് അടിച്ച സഹോദരി ആരാന്ന് ഞാൻ പറയത്തില്ല. അമ്മായിയമ്മ ചത്തുപോയി, അടിച്ച സഹോദരി ഇപ്പോഴും ഉണ്ട്, ലൈവിലുണ്ടെങ്കിൽ സഹോദരിക്ക് അറിയാം, എനിക്കും അറിയാം, പിന്നെ സഹോദരിയുടെ വീട്ടുകാർക്കും അറിയാം. സ്തോത്രം. എനിക്ക് നിങ്ങൾക്കും അറിയാൻ തോന്നുന്നു, അച്ചാനും അറിയാം. ദൈവത്തിന് മകത്ത് ആരോടും പറയരുതേ. ഞാൻ പറയത്തില്ല. അവള് വീണ്ടും ചിലപ്പോൾ ചെലവത്തടിയായിട്ട് വന്നെന്ന് വരും. ദൈവത്തെ പുറത്ത് ഈ പ്രായത്തിൽ എന്തിനാ വെറുതെ. സ്തോത്രം. നിന്റെ വിഷയം ദൈവത്തോട് പറയണം, ദൈവത്തോട് പറയണം. പ്രൈസ് ദി ലോർഡ്. അവർ യൂത്ത് അമ്മാവിയമ്മയായിട്ട് നല്ല പറ്റുമാനമാണ്, അവൾ അനുസരണയുള്ള മരുമകളാ, നല്ല മോളാ. അവള് ബോസിന്റെ കളത്തിൽ ചെന്നു രാത്രി. ഞാൻ ഇങ്ങനെ പറയാ, കളത്തിൽ ചെന്ന കാൽപാദത്തിന്റെ അവിടെ ചെന്ന് പുതപ്പിന്റെ അഗ്രം മാറ്റി അവിടെ ഇരുന്നു. രാത്രി ബോസ് ഞെട്ടി നോക്കിയപ്പോ ഒരു സ്ത്രീ വന്നിട്ട് അവൾ ചോദിക്കുന്നൊരു പ്രയോഗമുണ്ട്, രാത്രിയിൽ നീ ഇവിടെ വന്നത് ആരേലും കണ്ടോ, അറിഞ്ഞോ? ആരും കണ്ടിട്ടില്ല. അതിനകത്തൊരു ആത്മീയ പാഠം. നല്ല ബോവസാകുന്ന യേശുക്രിസ്തുവിന്റെ തൃപ്പാദപീഠത്തിൽ രാത്രികളുടെ നിശബ്ദതയിൽ, രാത്രികളുടെ ഏകാന്തതയിൽ, ഭർത്താവ് അറിയാതെ, ഭാര്യ അറിയാതെ, മക്കൾ അറിയാതെ, ഹല്ലേലൂയ. എന്റെ ഭാഷയെ പറഞ്ഞാൽ, ഓപ്പണായിട്ട് പറയാ, അടുത്ത് കിടക്കുന്ന ഭാര്യയോ ഭർത്താവോ മക്കളോ അറിയാതെ, അറിയിക്കാതെ, അർദ്ധരാത്രിയുടെ ആ ശാന്തമായ അന്തരീക്ഷത്തിൽ നല്ല ബോവസാകുന്ന, ആ വീണ്ടെടുപ്പുകാരനാകുന്ന, അവൻ അതേ സ്തോത്ര സ്നേഹനിധിയാകുന്ന, രക്തം ചിന്തിയ, ജീവനെ തന്ന, പ്രാണനെ ഏൽപ്പിച്ചു തന്ന, സ്വന്തം രക്തത്താൽ സഭയെ സമ്പാദിച്ച നല്ല ബോവസാകുന്ന, ആ മുൾക്കിരീടധാരിയായ, മുതുക ഉടുവജാൽ പോലെ നീളത്തിൽ കീറപ്പെട്ടവനായ
അവ ജീവനെ ഏൽപ്പിച്ചു തന്ന നല്ല ബോവസിന്റെ അടുക്ക ചെന്നിരുന്ന് ഈ രാത്രിയുടെ വ്യാപാരംഭത്തിൽ നിലവിളിച്ചാൽ ബോവസ് നിന്നെ തള്ളിക്കളയത്തില്ല. ബോവസ് നിന്നെ ഉപേക്ഷിക്കത്തില്ല. ബോവസ് നിന്നെ മറക്കത്തില്ല. ബോവസ് നിന്നെ താനാതനായി വിടത്തില്ല. ബോവസ് നിന്നെ ഉപേക്ഷിക്കത്തില്ല. നിന്നെ അനുഗ്രഹിക്കുന്നവൻ, നിന്നെ വിടുവിക്കുന്നവൻ, നിന്നെ രക്ഷിക്കുന്നവൻ.